ഉത്തമഗീതങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ തിരുവെടുത്താണ്. ഒരിക്കൽ കൂടി കർത്തദാസൻ വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോരിവൾ മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോരിവൾ ഒരു ചോദ്യമാണ്. അപ്പോൾ ഭൂതലത്തിലെങ്ങും കുടുങ്ങിയിരിക്കുവാൻ ഒരുത്തിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. എന്നാൽ ലോകപരമായിട്ട് മറ്റ് നിലയിലൊക്കെ ആൾക്കാർ പഠിപ്പിക്കുന്നത് ബ്രാഹ്മണോകം, നരേന്ദ്രോകം, ആട്യോഗം എന്നിങ്ങനെ അങ്ങ് ആമ്രേടിതം കലർന്നിടുന്ന ശാന്തര് ജന്തുക്കൾ ഭക്ഷിച്ച് കാക്ഷിച്ച് പോകലും വെന്ത് വെണ്ണീറായി ചമഞ്ഞു പോയിടിലും അങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളുണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ സകല മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ ഈ രക്ഷ ആർക്കെന്ന് ചോദിച്ചാൽ സകല മാനവജാതിക്കും ആ രക്ഷ. അവിടെ തീത്തോസ് 2:11 വായിക്കുക, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, രക്ഷ ഒരു വിഭാഗത്തിന് മാത്രമല്ല, ഒരു സമൂഹത്തിന് മാത്രമല്ല, ഒരു സംഘടനയ്ക്ക് മാത്രമല്ല, രക്ഷ മുഴു ലോകത്തിനും വേണ്ടിയാ. സകല മനുഷ്യരും രക്ഷിക്കപ്പെടണം. ആ രക്ഷിക്കപ്പെടുവാൻ രക്ഷകനായിട്ട് ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, യേശുവിൻ്റെ പരിശുദ്ധ നാമം. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. രക്ഷപ്പെടാൻ 5 പൈസ മുടക്കണ്ട, കാശ് മുടക്കണ്ട, മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും കൊടുക്കണ്ട, പള്ളിക്ക് സ്ഥലം കൊടുക്കണ്ട, പെന്തിക്കോസ് ഹോള് പണിയണ്ട, ഉപദേശിമാർക്ക് വ്യാപാരം കൊടുക്കണ്ട. അത് തെറ്റാണെന്നല്ല, ഇതൊന്നുമല്ല രക്ഷിക്കപ്പെടാനുള്ള മാനദണ്ഡം. ആമേ, വസ്തുവും കൊടുക്കണ്ട, ഭൗതിക വസ്തുക്കൾ മെഴുകുതിരിയും കൊടുക്കണ്ട, എണ്ണയും കൊടുക്കണ്ട, ആമൻ അരിയും കൊടുക്കണ്ട, പൊരിയും കൊടുക്കണ്ട, മലരും കൊടുക്കണ്ട, നിറപറയും കൊടുക്കണ്ട, ആമൻ പൂക്കലയും കൊടുക്കണ്ട, ആമൻ വെളിച്ചെണ്ണയും കൊടുക്കണ്ട, ആമൻ കഞ്ഞി വെക്കാനുള്ളതും കൊടുക്കണ്ട, ഏത്തക്കൊലയും കൊടുക്കണ്ട, പൂവങ്കോടിയും കൊടുക്കണ്ട, ആടിനെയും കൊടുക്കണ്ട, മാടിനെയും കൊടുക്കണ്ട, ഒന്നും വേണ്ട. രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, യേശുവേ ഞാനൊരു പാപിയാ, ഇന്ന് രാത്രി എൻ്റെ പാപത്തെ ക്ഷമിച്ച് എൻ്റെ ഉള്ളത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണം, എന്നെ രക്ഷിക്കണമെന്ന് ആര് പ്രാർത്ഥിക്കും അവരെ രക്ഷിക്കുവാൻ വല്ലഭത്വമുള്ളവനാണ് യേശു ക്രിസ്തു. പല സ്ഥലങ്ങളിലുമൊക്കെ രക്ഷ തേടി, മോക്ഷം തേടി, ആശ്വാസം തേടി പോകുമ്പോൾ ആൾക്കാരെല്ലാം ധാരാളം സാധനങ്ങൾ കൊണ്ടുപോകണം. അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അനുസരിച്ച് ലിസ്റ്റുകളുമൊക്കെ കൊടുക്കും. ലിസ്റ്റിൻ പ്രകാരം അതെല്ലാം മേടിച്ച് എന്നിട്ടും അത്ര തൃപ്തിയില്ല. എന്നിട്ടും ആൾക്കാർ പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ലെന്ന, വളരെ തൃപ്തിയില്ലാതെ. യെരമ്യാ പ്രവചനത്തിലൊരു വാക്യമുണ്ട്, സ്തോത്രം, യാതൊരു ഗുണവും വന്നില്ലെന്ന. അങ്ങനെ യാതൊരു ഗുണവും വന്നില്ലെന്ന. എന്നാൽ യേശുവിൻ്റെ അടുക്ക വരുമ്പം നീ ഇതൊന്നും കൊണ്ടുവരണ്ട. ഒരു മെഴുകുതിരി പോലും യേശുവിന് വേണ്ട. യേശു വെളിച്ചമാണ്. നിന്റെ തിരിയുടെ വെട്ടത്തിലിരിക്കുന്ന ആളല്ല യേശു. യേശുവാ സാക്ഷാൽ വെളിച്ചം. 5 പൈസ കൊടുക്കണ്ട, ഒരു ഭൗതിക വസ്തുക്കളും കൊണ്ടുവരണ്ട, വെറും കൈയായിട്ട് ഇനി വന്നാൽ മതി. ദൈവമേ, എൻ്റെ കയ്യിലൊന്നുമില്ല, പക്ഷേ ഇന്ന് രാത്രി എന്നെ അങ്ങ് തരികയാണ്. എൻ്റെ ഉള്ളത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണം. ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. ഞാൻ പാപിയാ, ഞാൻ നിരാശനാ, ഞാൻ തകർന്നവനാ, ഞാൻ നശിക്കാൻ പോകുന്നവനാ. ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണമെന്ന് ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. ചേർന്നൊന്ന് പാടിയാട്ടെ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ, മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. ആമേ, രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കൈയടിച്ചു. ആമേൻ, മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ, ഓ വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്. അകൃത്യമൊക്കെയും അനുതാപത്തോ ഏറ്റു പറയുവീനാമേ, വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ. ചേർന്ന് പാട്. അകൃത്യമൊക്കെയും അനുതാപത്തോ, ഓ പാപം പോക്കിടും നിന്നോകം നീക്കിടും, പാപം പോക്കി
സ്വന്തം പുത്രനാക്കിടും, ശുദ്ധനാക്കി നിന്നെ സ്വന്തം. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ, മഹത്വരാജനായി നിലകിലവൻ നല്ലിടട്ടെ. ആമേ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ, ഓ മഹത്വരാജനായി നിലകിലവൻ. ആമേ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ, മഹത്വരാജനായി നിലകിലവൻ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം മനുഷ്യ ജാതിയുടെ രക്ഷ, സകല മനുഷ്യർക്കുമുള്ള രക്ഷ. ഇതിലെ പ്രതിപാദ്യ പുരുഷൻ കർത്താവാകുന്ന യേശു ക്രിസ്തു, എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന യേശു ക്രിസ്തു. അവൻ ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപം തീണ്ടാത്തവൻ, പാപമേശാത്തവൻ, പാപമറിയാത്ത പരമവിശുദ്ധനായ യേശു ക്രിസ്തു. ടി കേസിൻ്റെ പാട്ടിൻ്റെ വരി പാടുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് പാടാൻ മൊത്തം പാട്ടായാൽ നിങ്ങൾ പറയും ഓ എല്ലാം പാട്ടായിരുന്നെന്ന് പറയും. അപ്പം അതുകൊണ്ട് അത് പേടിച്ച് ഞാനങ്ങ് അടങ്ങുക. അപ്പം ടി കേസിൻ്റെ പ്രധാനപ്പെട്ട 1-2 വരി കൊണ്ട് അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. സ്തോത്രം, ദൈവത്തിൻ്റെ മഹത്വം. അവിടെ എല്ലാവരിലും ശ്രേഷ്ഠനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ 66 പുസ്തകത്തിലെ ചില പുസ്തകങ്ങൾ സംഗീത പുസ്തകങ്ങളാണ്, നിങ്ങൾക്കറിയാം. അതിൽ സംഗീത പുസ്തകങ്ങൾ, ആ സംഗീത പുസ്തകങ്ങളിൽ തന്നെ പാട്ടുകളുടെ പാട്ടാണ് ഉത്തമഗീതം. നമുക്കറിയാം ഈ ഉത്തമഗീതം രചിച്ചത് ശലോമോനാൽ എഴുതപ്പെട്ടൊരു പുസ്തകമാണ്. അത് നിങ്ങൾക്കറിയാം, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അപ്പം നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് ഞാൻ തെറ്റിക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുക, അല്ലാതെ നിങ്ങൾക്ക് അറിയാൻ പാടില്ലായ്മയൊന്നുമല്ല. നിങ്ങൾക്ക് എല്ലാം അറിയാം. ദൈവത്തിൻ്റെ മഹത്വം. അല്ല, എല്ലാം അറിയുന്നവർ യോഗത്തിനുള്ളതും നല്ലതാണ്. നമ്മളും വിഡിത്തം അധികം പുലമ്പാതെ ഇരിക്കും. സ്തോത്രം. അപ്പം എന്തായാലും പാട്ടുകളുടെ പാട്ടാണ് ഉത്തമഗീതങ്ങളുടെ പുസ്തകം. ഇത് ശലോമോനാൽ എഴുതപ്പെട്ട പുസ്തകമാണ്. ശലോമോൻ എഴുതിയ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ 3 നമുക്ക് പ്രധാനമായിട്ട് അറിയാം. 1 സദൃശവാക്യം, 2 സഭാപ്രസംഗി, 3 ഉത്തമഗീതത്തിൻ്റെ പുസ്തകം. ഇനി വേദ പഠിതാക്കളിൽ ചിലര് അഭിപ്രായപ്പെടുന്നത് ഇദ്ദേഹം ഈ കൃപയിൽ നിന്നപ്പോൾ എഴുതിയ പുസ്തകവും കൃപ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ എഴുതിയ പുസ്തകവും കൃപയെന്ന് തുപ്പട മാറിയപ്പോൾ എഴുതിയ പുസ്തകം, അങ്ങനെ പുസ്തകം എഴുതുന്ന ആൾക്കാർ അന്നുകൊണ്ട്. ബാക്കി നിങ്ങൾ പൂരിപ്പിക്കുക, വെറുതെ ഇരിക്കുകയല്ലയോ, പൂരാക്കരു. ഞാൻ എല്ലാം പൂരിപ്പിക്കുന്നില്ല. അപ്പൊ ശ്രദ്ധിക്കുക, കൃപയിൽ നിന്നപ്പോൾ എഴുതിയ പുസ്തകവും കൃപ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ എഴുതിയ പുസ്തകവും തുപ്പട കൃപയെന്ന് മാറിയപ്പോൾ എഴുതിയ പുസ്തകം. അതിനെപ്പറ്റി ഒരാൾ പറയുന്നത് എല്ലാം പൂർണ്ണമായിട്ട് യോജിക്കണമെന്നില്ലെങ്കിൽ ഒരു അഭിപ്രായമാണ്. കൃപയിൽ നിന്നപ്പോൾ എഴുതിയ പുസ്തകമാണ് ഉത്തമഗീതമെന്ന അദ്ദേഹത്തിൻ്റെ വാദം. കൃപ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ, മൊത്തം പോയില്ല, കൃപയിൽ ഇങ്ങനെ പിന്മാറി പോയിക്കൊണ്ടിരുന്ന എഴുതിയ പുസ്തകമാണെന്നാണ് പറഞ്ഞത്. സദൃശവാക്യം മൊത്തം ഗുണദോഷങ്ങളാണ്. കൃപയിൽ നിന്നപ്പോൾ എഴുതിയ ഉത്തമഗീതം, എൻ്റെ പ്രിയനോ വെണ്മയും ചുമപ്പ്, ഇവൻ എത്ര എൻ്റെ പ്രിയൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രിയനെ പറ്റി നന്നായിട്ട് വർണ്ണിച്ചു. അത് നല്ല കൃപയെ നിന്നപ്പോഴാണ്. കൃപേനെ പോയിക്കൊണ്ടിരുന്നപ്പം എഴുതിയ പുസ്തകം ആ സദൃശവാക്യം. ഗുണദോഷങ്ങളാണ്. എല്ലാവർക്കും ഗുണദോഷം കൊടുക്കുക. അപ്പനെ ബഹുമാനിക്കണം കേട്ടോ, അമ്മയെ നിന്ദിക്കരുത് കേട്ടോ, പിന്നെ മൂത്തവരെ ആദരിക്കണം കേട്ടോ, സ്തോത്രം, പിന്നെ ജ്ഞാനികളോട് നടക്കണം കേട്ടോ. ഇങ്ങനെ ഗുണദോഷങ്ങൾ. അങ്ങനെ നമ്മുടെ ഇടയിലും ആൾക്കാരുണ്ട്. അച്ചായൻ സഭായത്തിന് വന്നില്ലെങ്കിലും പിള്ളേർ വരെ എടാ സൺഡേ സ്കൂളിന് പോകും. ഗുണദോഷമാണ്. ഉടനെ അവൻ ചോദിക്കും പാപ്പ വരുന്നില്ല, നീ എൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നീ പെട്ടെന്ന് ഒരുങ്ങിപ്പോവും. ഗുണദോഷം. എടാ കൈയടിക്കുകയും പാടുകയും ചെയ്യണം. പുള്ളി വന്ന് മയിൽ കുറ്റിയിരിക്കും പോലെ ഇരിക്കുക. എന്നാലും കുഞ്ഞുങ്ങൾക്ക് ഗുണദോഷം കൊടുക്കും. അതൊക്കെ നല്ലതാ ഗുണദോഷം കൊടുക്കുന്നത്. അപ്പം ഇത് കൃപയിൽ നിന്നിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ എഴുതിയ പുസ്തകമാണ് പറഞ്ഞത് ഈ സദൃശവാക്യം. കൃപയിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറിയപ്പോൾ എഴുതിയ പുസ്തകമാണ് ഒരാടെ വാദം, സഭാപ്രസംഗി. അതിന് ഒരു വാദം പുള്ളി പറയുന്നത് മനുഷ്യനും മരിക്കുന്നു
മൃഗവും ചാകുന്നു. രണ്ടിൻ്റെ ആത്മാവ് എങ്ങോട്ട് പോകുന്നെന്ന് അതെ, മേപ്പോട്ടാന്നോ കീപ്പോട്ടാന്നോ പുള്ളി ആർക്കറിയാമെന്ന്. അപ്പം പരുവക്കേടായി. അപ്പം പുള്ളിക്ക് തന്നെ തിട്ടമില്ല എങ്ങോട്ടാ പോകുന്നത്. ആ പരുവത്തിനുള്ള ആൾക്കാരും ചിലപ്പോൾ ഇവിടെ വന്ന് കാണും, പക്ഷെ ഇന്ന് രാത്രി ഉറപ്പാക്കിയേ തിരിച്ചു പോകാവൂ. അപ്പം എന്തായാലും ഈ പുസ്തകം, ഉത്തമഗീതങ്ങളുടെ പുസ്തകം, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. പാട്ടുകളുടെ പാട്ട്, ദൈവത്തിൻ്റെ മഹത്വം. ഇതിൻ്റെ പശ്ചാത്തല ഭാഗം എല്ലാം ഞാൻ വിസ്തരിക്കുന്നില്ല. എൻ്റെ വിഷയം ഇന്ന് ഉത്തമഗീതമല്ല. അപ്പം അതുകൊണ്ട് അധികം ആ ഭാഗത്ത് നിൽക്കുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞേച്ച് എടുത്ത വാക്യത്തോട് കൂറു പുലർത്തി വേറൊരു വിഷയം നമുക്ക് ചിന്തിക്കണം. അപ്പോൾ ഈ പലസ്തീനിൽ നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണ് ഈ പുസ്തകം എഴുതിയത് എന്നാണ് ഇത് പഠിച്ചവരും ഗ്രഹിച്ചവരും അതിനെപ്പറ്റി നന്നായിട്ട് ആഴമായി പഠിച്ചവരെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കി പലസ്തീനിലെ ഒരു അമ്മ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു. ഞാനതിൻ്റെ ഷോർട്ടായിട്ടൊരു കാര്യം പറഞ്ഞേച്ച് മറ്റു ഭാഗത്തേക്ക് വരാം. നിങ്ങൾക്ക് അറിവുള്ള കാര്യമായെങ്കിലും ഒന്ന് ഓർപ്പിക്കുക. ഒരു അമ്മ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു. ഈ അമ്മയെപ്പറ്റി പഠിപ്പിക്കുന്നത്, പറയുന്നത് ചരിത്രം ഒരു നല്ല സ്ത്രീ അല്ല എന്ന് പറഞ്ഞാൽ അനേക പുരുഷന്മാരുമായി അവൻ ബന്ധമുള്ളൊരു സ്ത്രീ. ആ വിധത്തിലൊക്കെ അനവധി നിരവധി കുട്ടികൾ ജനിച്ചു. കുട്ടികൾക്ക് മിക്കവർക്കും അപ്പൻ ഏതാണെന്ന് അറിയത്തില്ലെങ്കിലും അമ്മ ഇന്നയാളാണെന്ന് പിള്ളേർക്കറിയാം. പല പുരുഷന്മാരുമായിട്ട് ജീവിച്ച് ഈ സ്ത്രീ ഗർഭവതിയായി കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. ഈ സ്ത്രീയുടെ ഒരു പ്രകൃതി, പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ അതിനെ രക്ഷിക്കുകയല്ല, ഉപേക്ഷിക്കും, കൊല്ലും, ഉപേക്ഷിക്കും. ആൺകുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തും. ബുദ്ധിയുള്ള സ്ത്രീയാണ്, ബുദ്ധിയുള്ളത് കൊണ്ടാണല്ലോ. അപ്പോൾ ഈ സ്ത്രീയുടെ പ്രകൃതം അങ്ങനെ. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, അമ്മയുടെ പുത്രന്മാർ. അങ്ങനൊരു പദമുണ്ട്, അമ്മയുടെ പുത്രന്മാർ എന്ന് പറഞ്ഞാൽ പല കാലത്ത് പല സമയത്ത് ഇവർ പ്രസവിച്ചതിൽ ആൺകുട്ടികളെയെല്ലാം രക്ഷപ്പെടുത്തി. ഈ പുസ്തകത്തിൽ പല ആൾക്കാർ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അതിലൊന്ന് ശലോമോൻ, 2 ഒരു ഇടയച്ചെറുക്കൻ, 3 ആ ശൂന്യങ്കാരി, 4 അവളെ പ്രസവിച്ച അമ്മ, 5 അവിടെ പോറ്റമ്മ, 6 അമ്മയുടെ പുത്രന്മാർ, 7 കാവൽക്കാർ കുറച്ച് പേര്, 8 ഈ ശലോമോൻ്റെ സേവകരും വെപ്പാട്ടികളും, പിന്നെ പട്ടമകൃഷി പദം പ്രാപിച്ച ചിലര്. ഇങ്ങനെ ധാരാളം ആൾക്കാർ ഈ പുസ്തകത്തിൽ എടുത്ത് പ്രസ്താവിക്കുന്നുണ്ട്. അതിൽ അമ്മയുടെ പുത്രന്മാരെന്ന് പറഞ്ഞാൽ ഈ ശൂന്യങ്കാരിയുടെ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ അമ്മ നേരത്തെ പ്രസവിച്ച ആൺകുഞ്ഞുങ്ങൾ, അതാണ് അവിടെ അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീയുടെ പ്രകൃതി ആൺകുട്ടികളാണെങ്കിൽ രക്ഷപ്പെടുത്തും, പെൺകുട്ടികളാണെങ്കിൽ ഒന്നെങ്കിൽ ഉപേക്ഷിക്കും, ഇല്ലേ കൊല്ലും. ഇങ്ങനെയാണ് ഇവരുടെ പ്രകൃതി. പതിവ് പോലെ ഈ സ്ത്രീ ഗർഭവതിയായി. പ്രസവകാലം തികഞ്ഞപ്പോൾ അവൾ കുഞ്ഞിനെ പ്രസവിക്കുവാൻ താല്പര്യപ്പെട്ട്, ചരിത്രം പറയുന്നത് ഒരു ചെറിയ കുറ്റിക്കാട്ടിൽ ഈ ചെന്ന് അപ്പോൾ ആമ്പിള്ളാരെ കൂടെ കൊണ്ടുപോയി മാറ്റി നിർത്തിയേച്ച് പതിവ് പദം പറഞ്ഞു, നിങ്ങളിവിടെ നിൽക്കണം, അമ്മ പ്രസവിക്കും. അപ്പോൾ പെൺകുട്ടിയാണെങ്കിൽ ഞാൻ ഉപേക്ഷിക്കും, ആൺകുട്ടിയാണെങ്കിൽ ഞാൻ രക്ഷപ്പെടുത്തി ഇഞ്ഞു കൊണ്ടുവരും. നിങ്ങളെപ്പോലെ ഞാൻ അവനെ വളർത്തും. പെൺകുട്ടിയാണെങ്കിൽ ഞാൻ അവളെ ഉപേക്ഷിച്ച് ചങ്ങ് പോകും. നിങ്ങൾ പോകരുത്, നിങ്ങളിവിടെ നിൽക്കണം. ഇത് മരിച്ചെന്ന് ഉറപ്പ് വരുത്തിയേച്ച് നിങ്ങൾ തിരിച്ചു വരാവും. ഒന്നെങ്കിൽ അത് കരഞ്ഞ് യാകും, അല്ലെങ്കിൽ ഉറുമ്പരിച്ച് യാകും, അല്ലെങ്കിൽ ഈ മറ്റേ ഹിംസ ജന്തുക്കൾ വന്ന് കടിച്ചോ കീറിയോ അതിനെ വകവരുത്തും. അതല്ലെങ്കിൽ ആരേലും ചിലപ്പോൾ എടുത്തുകൊണ്ട് പോയാൽ നിങ്ങൾ വീക്ഷിക്കണം, ഇതാരാണ് കൊണ്ടുപോകുന്നത്, എവിടേക്കാണ് കൊണ്ടുപോകുന്നത്. ഇതൊക്കെ തിട്ടമായിട്ട് മനസ്സിലാക്കി വന്ന് എനിക്ക് അറിവ് നൽകണം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ അമ്മ ഈ കുഞ്ഞുങ്ങളെ അവിടെ ആക്കിയതിന് ശേഷം ഈ മുറ്റുകാട്ടിൽ പോയി, ഈ ചെറിയ കുറ്റിക്കാട്ടിൽ പോയി അമ്മ പ്രസവിച്ചു. പ്രസവിച്ചത് എവിടാണെന്ന് മലയാള ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് നാരകത്തിൻ്റെ ചുവട്ടിൽ വെച്ചെന്ന്. അങ്ങനെ നാരകത്തിൻ്റെ ചുവട്ടിൽ വെച്ച്. ആ 8-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ അങ്ങനെ ഒരു പദമുണ്ട്, ഒന്ന് വായിച്ചു. 8-ന്റെ 5 ഒന്ന് താഴത്തെ വാക്യത്തിലുണ്ട്. നാരകത്തിൻ ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി,
അവിടെ വെച്ചല്ലോ നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചത്. അവിടെ വെച്ചല്ലോ നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചത്. അത് നാരകത്തിന്റെ മലയാളത്തിൽ നാരകത്തിന്റെ ചുവട്ടെന്ന, എന്നാൽ അത് ഇംഗ്ലീഷിലൊക്കെ ആപ്പിൾ എന്നാ കൊടുത്തേക്കുന്നത്. ആപ്പിൾ. എനിക്ക് ഇംഗ്ലീഷ് അങ്ങനെ വലിയ വശമില്ല. അത് ഇംഗ്ലീഷ് ആപ്പിൾ ട്രീ എന്ന ആയിക്കോട്ടെ, ദൈവത്തിൻ്റെ മകൻ. ഇനി അത് പറഞ്ഞ് രണ്ട് സഭയാകരുത്. ആപ്പിൾ സഭയും നാരകസഭയായി അങ്ങനെയൊക്കെ ഒരു സഭ രണ്ടാകാൻ അധിക നേരം ഒന്നും വേണ്ട. സ്തോത്രം. തർക്കമാകും. അപ്പം അതുകൊണ്ട് തർക്കമൊന്നും ഉണ്ടാകരുത്. നാരകത്തിൻ്റെ ചുവട്ടിൽ വെച്ച് മലയാളത്തിൽ ഇംഗ്ലീഷിൽ ആപ്പിൾ എന്തായാലും കൊള്ളാം ഒരു ചെറിയ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് അമ്മ പ്രസവിച്ചു. പ്രസവം കഴിഞ്ഞ് ഈ അമ്മ ലിംഗനിർണയം നടത്തിയപ്പോൾ കുട്ടി പെൺകുട്ടിയാണെന്ന് ബോധ്യപ്പെട്ടു. ആ പതിവ് പ്രകൃതി തുടർന്നു. ഈ കുട്ടിയെ അവിടെ ഉപേക്ഷിച്ചതിന് ശേഷം ഈ സ്ത്രീ ദാക്ഷിണ്യമില്ലാതെ അനുകമ്പയില്ലാതെ യാതൊരു കരുണയില്ലാതെ നടന്നു പോയി. കുഞ്ഞുങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തേച്ച് അവരങ്ങ് പോയി. ഈ സ്ത്രീ കരുണയില്ലാത്തൊരു സ്ത്രീയാണ്. അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്, ഇപ്പോഴും ഉണ്ട്. കൊച്ചുങ്ങളെ കിണറ്റി ഇട്ടേച്ച് സ്നേഹിച്ചവൻ്റെ കൂടെ ഓട്ടോയിൽ കയറിപ്പോയ സഹോദരിമാരും മിണ്ടുകയല്ല. ഉണ്ട്. എന്തിനേറെ ഒത്തിരി ദൂരോട്ട് പോകണ്ട. കൊല്ലത്തൊരു അമ്മ മോനെ കത്തിച്ചല്ലോ. പേപ്പർ വായിച്ചതല്ലേ? ഇല്ലേ? ഇവിടെങ്ങും പേപ്പർ വരുന്നില്ലേ? പേപ്പർ കത്തിച്ചല്ലോ. ഇനിയിപ്പം അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്. അപ്പന്മാരുമുണ്ട്. കരുണയില്ലാത്ത ധാരാളം ആൾക്കാരുണ്ട്. മക്കളോട് അനുകമ്പയില്ലാത്തവരുണ്ട്. മക്കളെ സ്നേഹിക്കാത്തവരുണ്ട്. മക്കളോട് ദയയില്ലാത്ത ധാരാളം ആൾക്കാരുണ്ട്. എന്നാൽ നല്ല അമ്മമാരുണ്ട്. ചില അമ്മമാർ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, എന്നോടും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പാസ്റ്റേ, ഇങ്ങേരുടെ സ്വഭാവം ഓർത്താ ഞാൻ എന്നെ ഇട്ടേച്ച് പോകേണ്ടത്, പക്ഷേ ഞാൻ പോകാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്താ. ഉണ്ടോ? കരുണയുള്ള അമ്മ. അങ്ങനെയുള്ള അമ്മമാരുണ്ട്. ഇങ്ങേരിപ്പം ശ്വാസം മുട്ടലൊക്കെ ഇങ്ങനെയൊക്കെ അതിൽ ആയ കാലത്ത് വലിയ പൊരിഞ്ഞ മോനായിരുന്നു. ഇപ്പം ഇങ്ങനെ വയ്യാത്ത കൊണ്ട് ജനലെ പിടിച്ചിങ്ങനെ ഇപ്പം നിൽക്കുക. ഇയാൾ ആയ കാലത്ത് വലിയ പൊരിഞ്ഞ മോനായിരുന്നു. ഇയാളുടെ സ്വഭാവം വെച്ച് നോക്കിയാൽ ഞാൻ അന്നേ ഇട്ടേച്ച് പോകേണ്ടതാണ്. പിന്നെ ഞാൻ പോകാൻ എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ ഈ കുഞ്ഞുങ്ങളെ ഓർത്താം. ഇതുങ്ങൾ ഒരു പരുവായില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ സഹിച്ചു നിന്നത്. പക്ഷേ കൃപയാൽ പറയട്ടെ, അതിനിടയിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. ഞങ്ങളുടെ കുടുംബമെല്ലാം രക്ഷപ്പെട്ടു. ദൈവം ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ പറഞ്ഞിട്ടുള്ള ധാരാളം അമ്മമാർ എനിക്കറിയാം. ഇതിനകത്തും ചില അമ്മമാരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുഖം കാണുമ്പോൾ അറിയാം. പാസ്റ്റർ എൻ്റെ കാര്യം തന്നെ പാസ്റ്റർ പറയുന്നത്, പുള്ളിയും വന്നിട്ടുണ്ട്, കേൾക്കട്ടെ, ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ ഉള്ളവർ. പക്ഷേ ഒരു കാര്യം പറയാം, ഇതിലെല്ലാം ഉപരി നീ രക്ഷിക്കപ്പെട്ടതാ നിൻ്റെ ഭാഗ്യം. ഈ കൃപയിൽ വന്നതാ നിൻ്റെ ഭാഗ്യം. ഉപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാം നരർ. കുപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാം നരർ. ഒപ്പമിരുത്തിയതെന്നയം അത്ഭുതം പരാ. നരർക്കൊപ്പമിരുത്തിയതെന്നയം അത്ഭുതം പരാ. മനുവേല വന്ദനം മഞ്ഞിലേഖനായി മനുജാതിക്കായി വന്നതാ ഉന്നതാധിപാ. മനുവേല വന്ദനം. ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ. ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ. നീ കൃപ കാട്ടി നായക ജീവദായക. നീ കൃപ കാട്ടി നായക ജീവദായക. മനുവേല വന്ദനം മഞ്ഞിലേഖനായി മനുജാതിക്കായി വന്നതാ ഉന്നതാധിപാ. മനുവേല വന്ദനം.
ഉപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാമര. ഉപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാമര. ഒപ്പമിരുത്തിയതന്നയം അത്ഭുതം പരാ. നരർക്കൊപ്പം ഇരുത്തിയതന്നയം അത്ഭുതം പരാ. മനുവേല വന്ദനം മണ്ണിലേഖനായി മനുജാതിക്കായി വന്നതാ ഉന്നതാധിപ. മനുവേല വന്ദനം. അതെ, അപ്പൊ ഈ അമ്മ കരുണയില്ലാതെ, ദയയില്ലാതെ, അനുകമ്പയില്ലാതെ ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച് അങ്ങ് നടന്നു നീങ്ങി. നിങ്ങൾ അമ്മമാരാ, നിങ്ങൾക്കറിയാം, ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ട അടിയന്തരമായ നടപടിക്രമങ്ങളുണ്ട്. അമ്മമാരും പെങ്ങന്മാരും വല്യമ്മമാരും വിശേഷിച്ച് ആതുര ശുശ്രൂഷയിൽ വ്യാപൃതരായിരിക്കുന്ന നേഴ്സുമാരുമൊക്കെ ഇതിനകത്ത് കാണും. അപ്പോൾ ഞങ്ങളെക്കാൾ ഉപരി നിങ്ങൾക്ക് ആ കാര്യങ്ങൾ അറിയുകയും പരിജ്ഞാനമുള്ളവരാണ്. ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ ഉടനെ ചെയ്യേണ്ട അടിയന്തരമായ നടപടിക്രമങ്ങളുണ്ട്. ഒന്ന് രണ്ട് കാര്യം നിങ്ങൾ പറ. ഓ എൻ്റെ മാസ്റ്ററെ, ഞാൻ ബോധം പോയി കിടക്കുകയായിരുന്നു, ആരാ ചെയ്തതൊന്നും അതായിരിക്കും ഇരിപ്പ് കണ്ടിട്ട്. അല്ല, ബോധം ഉണ്ടായല്ലോ. ഉറക്കെ പറഞ്ഞു. പിന്നെ എൻ്റെയും തൊണ്ടവായി. അതെ, അപ്പൊ അടിയന്തരമായി ചെയ്യേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്. ഒന്ന്, ഈ കുഞ്ഞിനെ പുക്കിൾക്കൊടി മുറിക്കണം, വേർപെടുത്തണം. രണ്ട്, ഇതിനെ ഒന്നെങ്കിൽ അങ്ങനെ കുളിപ്പീരില്ല, തൂത്ത് തുടച്ച് വെടിപ്പാക്കി വൃത്തിയാക്കി എടുക്കണം. പിന്നെ കേട്ടിട്ടുണ്ട്, എനിക്കതിൻ്റെ ശാസ്ത്രീയ വശം ഒന്നും അറിയത്തില്ല, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. സാധാരണ കുഞ്ഞുങ്ങൾ കരയും, അഥവാ കരഞ്ഞില്ലെങ്കിൽ അതെ അതൊക്കെ പറഞ്ഞു കേൾക്കുന്നതാ. പിന്നെ ഇതിൻ്റെ നാസാദ്വാരമുണ്ട്, അത് ശ്വാസോച്ഛ്വാസം നല്ല ഗതിയിലാകണം. അതിന് പതുക്കെ, അതിന് അറിവുള്ളവരുണ്ട്, പതുക്കെ തടവി അതെല്ലാം ഒന്ന് ക്രമപ്പെടുത്തി കൊടുക്കണം. പിന്നെ കൺപോള പതുക്കെ, അത് അറിവുള്ളവർക്കറിയാം, പതുക്കെ ഇതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണം. പിന്നെ പണ്ട് ഉപ്പ് തേക്കുമായിരുന്നു, ഉപ്പ്. ഇപ്പം പിന്നെ ഉപ്പല്ല, ക്രീമോ അങ്ങനെയൊക്കെയാണെന്നാ തോന്നുന്നത്. ആരും മിണ്ടുന്നില്ല. ഇന്നാളെ പ്രസംഗിച്ചപ്പം ഒരു തള്ള ചോദിച്ചു, പുള്ളി ആശുപത്രിയിലായിരുന്നു എന്ന്. ഞാൻ അത് കേട്ടേച്ച് പിന്നെ യോഗം കഴിഞ്ഞ് ഞാൻ തള്ളയോട് പറഞ്ഞു, തള്ള ഞാൻ ആശുപത്രിയിലൊന്നുമല്ല, എനിക്കിതൊന്നും അറിയത്തില്ല, പിന്നെ എങ്ങനെ ഇതെല്ലാം അറിയുന്നേ? ഞാൻ പറഞ്ഞു, വേദപുസ്തകത്തിലുണ്ട്, അത് വേദപുസ്തകം വായിച്ചുകൊണ്ട് എനിക്ക് പിടികിട്ടിയതാണെന്ന് പറഞ്ഞു. വായിച്ചേ, 18:2 മുതൽ വായിച്ചു. യഗസ്കേല് പെട്ടെന്ന് നമുക്ക് എൻ്റെ വിഷയമല്ലെങ്കിലും ഒന്ന് വായിച്ചു. അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു. 16-ാം അധ്യായത്തിന് 2 മുതൽ 16-ന്റെ 2 മുതൽ വായിച്ചു. മനുഷ്യപുത്ര 16-ന്റെ 2 മുതൽ. മനുഷ്യപുത്ര, നീ യെരൂശലേമിനോട് അതിന്റെ മ്ലേച്ഛതകളെ അറിയിച്ച് പറയേണ്ടത്, യഹോവയായ കർത്താവ് യെരൂശലേമിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഉൽപ്പത്തിയും നിന്റെ ജനനവും കനാൻ ദേശത്താകുന്നു. നിന്റെ ഉൽപ്പത്തിയും നിന്റെ ജനനവും കനാൻ ദേശത്താകുന്നു. അടുത്തത്, നിന്റെ അപ്പൻ അമോര്യനും. നിന്റെ അപ്പൻ ഒരു അമോര്യനും നിന്റെ അമ്മ ഹിത്യസ്ത്രീയും ഒരു ഹിത്യ സ്ത്രീയുമായിരുന്നു. അടുത്തത്,
നിന്റെ ജനന വസ്തുതയോ നിന്റെ ജനന വസ്തുതയോ. അപ്പൊ ജനിക്കുന്നതിന്റെ വസ്തുതയോ, ജനന വസ്തുതയോ. ജനിച്ച നാളിൽ നിന്റെ പൊക്കിൾ മുറിച്ചില്ല. അപ്പൊ ചെയ്യേണ്ട കാര്യങ്ങളാ. ജനിച്ച നാളിൽ നിന്റെ പൊക്കിള് മുറിച്ചില്ല. ഇതൊക്കെ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ. അത് ചെയ്തില്ല. പിന്നെ നിന്നെ വെള്ളത്തെ കുളിപ്പിച്ച് വെള്ളത്തിൽ കുളിപ്പിച്ചില്ല, വെടിപ്പുമാക്കിയില്ല. ഇതൊക്കെ ചെയ്യേണ്ടതാ, ചെയ്തില്ല. പിന്നെ ഉപ്പ് തേച്ചില്ല. പണ്ട് ഉപ്പാ, ഇപ്പൊ ഉപ്പല്ല, ക്രീമാ. പരസ്യമൊക്കെ ജോൺസൺ ആൻഡ് കഴിവിന്റെ പരമാവധി അന്തും എന്തും മാരി തേക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതൊന്ന് പറഞ്ഞാൽ പ്രസക്തമല്ല. ഉപ്പ് തേച്ചിട്ടില്ല. പിന്നെ തുണി ചുറ്റിയതുമില്ല. തുണി ചുറ്റണം. അത് അത്യാവശ്യമാണ്. തുണി ചുറ്റി കുഞ്ഞുങ്ങളെ ക്രമപ്പെടുത്തണം. അതുകൊണ്ടാണല്ലോ കർത്താവിന്റെ തിരുപ്പറവയോടുള്ള ബന്ധത്തിലും നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പൊതിഞ്ഞ് ചുറ്റി കിടത്തിയിരിക്കുന്നൊരു ശിശുവിനെ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവ ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവ. ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവ പട്ടിനുള്ള മൂല വസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ കിടപ്പും കണ്ടു ഞാൻ നമിക്കും സിയോൻ മണവാളനെ ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ അടിയന്തരമായി ചെയ്യേണ്ട നടപടിക്രമങ്ങളാ. അപ്പൊ 1 പുക്കിൾക്കുടി മുറിക്കണം, 2 കുളിപ്പിക്കണം, 3 വെടിപ്പാക്കണം, പിന്നെ 4 ഉപ്പ് തേക്കണം, പിന്നെ 5 തുണിയിൽ ശീലകൾ ചുറ്റി പൊതിഞ്ഞ് ക്രമപ്പെടുത്തണം. പിന്നെ നിന്നോട് മനസ്സിൽ തോന്നിയിട്ട് മനസ്സിലൊക്കെ തോന്നണം ഇവയിൽ ഒന്നെങ്കിലും നിനക്ക് ചെയ്തു തരുവാൻ. ഈ ഒരെണ്ണം പോലെ ഇത്തള്ള ചെയ്തില്ലെന്ന ഒരു കണ്ണ് നിന്നോട് കനിവുണ്ടായില്ല. ഈ സെയ്യും അമ്മയായിരുന്നു ശൂന്യംകാരിയെ പ്രസവിച്ച തള്ള. അങ്ങനെയുള്ള തള്ളമാരെങ്ങാനും ഇന്ന് രാത്രി വന്നിട്ടുണ്ടെങ്കിൽ നീ മാനസാന്തരപ്പെട്ടു പോകണം. കുഞ്ഞുങ്ങളെ പരാകരുത്, കുഞ്ഞുങ്ങളെ ശപിക്കരുത്, കുഞ്ഞുങ്ങളെ നശിച്ചു പോകുമെന്ന് പറയരുത്. പുസ്തകത്തിലെ വാക്യം മക്കൾ യഹോവ തരുന്ന അവകാശമാണ്, ഉദരബലം ദൈവം തരുന്ന പ്രതിഫലമാണ്, വീരന്റെ കയ്യിലെ അസ്ത്രം. അങ്ങനെയാ യൗവനത്തിലെ മക്കൾ. കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലെ ശിക്ഷിച്ചും ഉപദേശം പറഞ്ഞവരെ വളർത്തിക്കോണം. ചെല്ലു പറയാറുണ്ട്, പാസ്റ്ററെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം, അവനെ അനുസരണ ഇല്ല. ഈ പ്രായത്തിലല്ലല്ലോ ദൈവം നിന്റെ കയ്യിൽ തന്നേ. ആണോ? അല്ല, നിന്റെ ഉദരത്തിലെ കുഞ്ഞിനെ ദൈവം തന്നതാ. അത് വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ അതിന് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കണം. പിണങ്ങരുത്, പിണങ്ങിയാലും ഒന്നുമില്ല എങ്കിലും ഇതൊക്കെ പ്രശ്നമാ. എന്നാലും കുഴപ്പമില്ല. ഇനി എനിക്ക് എന്നാ പ്രശ്നം വരാനാ? എനിക്കിനിയൊന്നും വിഷയമല്ല. അതുകൊണ്ട് ഞാനങ്ങ് പറയാം, ഒരു കുഞ്ഞ് ഉദരത്തിലാകുമ്പോഴേ ആ അമ്മ അനുഷ്ഠിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ചില പിള്ളേർ യോഗത്തിനിരിക്കുകയില്ല. അതിൻ്റെ ഒരു കാരണം പറയാം, അമ്മ പ്രഗ്നൻ്റ് ആയിട്ട് ഒരൊറ്റ യോഗത്തിന് വന്നിട്ടില്ല. ഇല്ല. ഡോക്ടർമാർ ഇപ്പം ഈ ബിസിനസ് ആയതുകൊണ്ട്, ഇപ്പം ബിസിനസ് ആണല്ലോ, ആതുര രംഗമൊക്കെ പല ബിസിനസ്സുകളാണ്, ഭയങ്കര ബിസിനസ്സാണ്. എല്ലാവരുടെയും കാര്യമല്ലെങ്കിലും എല്ലായിടത്തെ കാര്യമല്ലെങ്കിലും മിക്കതും ഇങ്ങനെയൊക്കെ തന്നെ. പരിശോധനയ്ക്ക് എന്നപ്പോൾ ബോധ്യപ്പെട്ടു പ്രഗ്നൻ്റ് ആയത്. ഉടനെ തന്നെ നിർദ്ദേശം, അനങ്ങരുത്. ഇങ്ങോട്ടെങ്ങനെയാണ് വന്നേ? ഇങ്ങോട്ട് ഞാൻ ബസ്സേ കയറി സ്റ്റാൻഡിൽ ഇറങ്ങി, പിന്നെ ഒരു ഓട്ടോ പിടിച്ചു. റോഡ് മോശമാണെന്ന് കിടുകിടാന്ന് തുള്ളിയും ചാടിയും ദൈവത്തെ സ്തുതിച്ചാണ് ഇവിടം വരെ വന്നത്. ഉടനെ മനസ്സിലായി പ്രഗ്നൻ്റ്. ഉടനെ ഡോക്ടർ, അനങ്ങരുത്, ഒരു കാരണവശാലും അനങ്ങരുത്. കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? അച്ചായനുണ്ട്. ടാക്സി പിടിച്ച് തിരിച്ച് വീട്ടിലോട്ട്. ഇങ്ങോട്ട് നല്ല റബ്ബർ പന്ത് അടിക്കും പോലെ വന്നത് അങ്ങയാണ്. ഇനിയും ടാക്സി പിടിച്ച് വേണം പോകാൻ. ഒക്കെന്നെങ്കിൽ ഒരു 5 തലയണയും കൂടെ
മേടിച്ചോണം. ഇനി കട്ടിലേന്ന് താഴെ ഇറങ്ങരുത്. എന്ത് ചെയ്യുക? ഹസ്ബൻഡ് അവനെ ഉണ്ണതാണ്ട് നിൽക്കുന്നു, അനക്കരുത്. പല്ല് നീ തേപ്പിച്ച് കൊടുക്കണം. ഇങ്ങനെ ഇങ്ങനെ വെച്ചോണ്ടിരുന്നാൽ മതി. തുപ്പാന് ഒരു വലിയ ബേസിനും ഒരു മഗ്ഗും കൂടി ഇപ്പം പോകുമ്പോൾ തന്നെ കട്ടിലെ ഇരുത്തി ഒരു തലയണ അവനിരുന്ന് ചിരിക്കുന്നു. മോൻ കല്യാണം കഴിച്ചതാണോ? പിന്നെ അത് കണ്ട് ഇത്രയും ചിരിക്കണോ? എന്നാലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ശ്രദ്ധിച്ചു. നിങ്ങൾ 3 പേരും അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. പിന്നെ വല്ലാത്ത കാലം, അതുകൊണ്ടായി പറഞ്ഞത്. അപ്പം ശ്രദ്ധിക്കുക, ഇതൊക്കെയാ നിർദ്ദേശങ്ങൾ. എന്നോട് പണ്ടത്തെ കാലമല്ല ഇപ്പോഴത്തെ കാലം. നിങ്ങളിപ്പോൾ പറയും പാസ്റ്ററെ പഴയ കാലം ഒന്നുമല്ല, പാസ്റ്റർ പഴയ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാലൊന്നും അതൊക്കെ അറിയാം. എന്നാലും എന്നോട് ഞങ്ങളുടെ ഒരമ്മച്ചി പറഞ്ഞു, പാസ്റ്ററെ ഞാൻ 14 പ്രസവിച്ചു, ആശുപത്രിയുടെ വരാന്ത പോലും കണ്ടിട്ടില്ല. ഇതൊന്നും പറഞ്ഞാൽ ഇപ്പം പ്രസക്തി ഇല്ലെന്ന് എനിക്കറിയാം. ഇപ്പം തന്നെ ആശുപത്രി പോയില്ലേലും കേസാ ഇല്ലേ? അത് വേറെ കേസ്. ഒരു തരത്തിൽ ജീവിക്കാൻ അനുവദിക്കുകയില്ല. ഇതെല്ലാം ബിസിനസ്സാണ്. ഞാനിനി ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. ദൈവത്തിൻ്റെ മഹത്വം. അതുകൊണ്ട് തന്നെ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു സഭായത്തിന് വരികയല്ലോ ചിലര്. അയ്യോ, കുഞ്ഞ് വയറ്റിൽ വളർന്നുകൊണ്ടിരിക്കുക, അമ്മയുടെ ചലനം, ഒരു സമയം കഴിയുമ്പോൾ ചലനം, സംസാരം, ചിന്ത, വിചാരം, ഇച്ഛ, പ്രാർത്ഥന, ജീവിതം, ഇതെല്ലാം കുഞ്ഞ് കേട്ടും കണ്ടുവരിക. നീ ആരാധനയ്ക്ക് വന്ന ദൈവത്തെ ആരാധിക്കുമ്പോൾ കുഞ്ഞകത്തിരുന്നത് കാണുകയും കേൾക്കുകയും ചെയ്യുക. അതെ, അതിനെ ദൈവം നമുക്ക് തന്ന് ആരാധനയ്ക്ക് കൊണ്ടുവന്നാൽ ആ കൊച്ചു ബഹളം ഉണ്ടാക്കുകയല്ല. കാരണം ഇതാ അകത്ത് കിടന്ന 5-8 മാസം നന്നായിട്ട് കേട്ടതാ തമ്പേറടിയുടെ ശബ്ദവും. ഞങ്ങൾ പാസ്റ്റർമാർ ഒരിക്കൽ കൂടി ഹല്ലേലൂയ ശക്തിയോടെ, കൊച്ചു നേരിട്ട് കണ്ടില്ലെങ്കിലും കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് പുറത്ത് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ കൊച്ചു ഞെട്ടുകയല്ല. അതേസമയം 9 മാസം വീട്ടിൽ തന്നെ ഇരുന്ന കൊച്ചു ഇതിനോട് അത് കീറും കടന്ന് സഭായത്തിന് വന്ന്. കാരണം കൊച്ചു ആദ്യമായിട്ട് ഞങ്ങൾ ഉപദേശമായനെ അലറന്ന് കേൾക്കും. കൊച്ചു 5ഉം കെട്ടിക്കാറും. പിന്നെ കൊച്ചിനെ എടുത്തോണ്ട് മനസ്സിലാകുന്നുണ്ടോ വല്ലോ? ഓ ഏതപ്പാ കോതമംഗലം. ഒരു കാര്യം പറയാം, ഇതെല്ലാം ബിസിനസ്സാ. ആ ഭാഗം അങ്ങനെ അങ്ങ് വിടുക. അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അടിയന്തരമായി ചെയ്യേണ്ട നടപടിക്രമങ്ങളാണ്: പുക്കിൾക്കുടി മുറിക്കണം, അതിനെ കുളിപ്പിക്കണം, അതിനെ തുവർത്തി വെടിപ്പാക്കണം, അതിനെ ഉപ്പ് തേക്കണം, ഇതിനെ തുണി ചുറ്റി അത് ക്രമപ്പെടുത്തണം, അതിനോട് കരുണയുണ്ടായിരിക്കണം. ഈ സ്ത്രീ ഇതൊന്നും ചെയ്തില്ല. ഒരു കരുണയില്ലാത്ത സ്ത്രീയാണ്. അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചേച്ച് ഈ അമ്മ അങ്ങ് നടന്നു പോയി. എന്തിനേറെ ഈ മക്കള് ഇങ്ങനെ വീക്ഷിച്ചു നിന്നു. ഇങ്ങനെ നിന്ന് കരുണയില്ലാത്ത സ്ത്രീ അങ്ങ് കടന്നുപോയി. അങ്ങനെ നിൽക്കുമ്പം ഈ കുഞ്ഞ് അടിയന്തര ശുശ്രൂഷകളൊന്നും ലഭിക്കാതെ ഇത് മരണത്തോടടുക്കുക. കണ്ണിൻ്റെ പോളയെല്ലാം വന്നങ്ങ് മൂടി, മൂക്ക് അടഞ്ഞു വരുന്നു, ശ്വാസോച്ഛ്വാസം മന്ദഗതിയിലായി. വല്ലാത്തൊരു അവസ്ഥ. ആ രക്തമെല്ലാം പറ്റിപ്പിടിച്ച് വല്ലാത്തൊരു പ്രകൃതമായി. ഒടുവിൽ ഇതിനെ കരയുവാൻ പോലും ത്രാണിയില്ലാതെ മരണവക്ത്രത്തിൽ അകപ്പെട്ടു. നിങ്ങൾ അതിൻ്റെ ചരിത്രവും പുസ്തകവുമൊക്കെ ചേർത്ത് പഠിക്കും. അങ്ങനെ നിൽക്കുമ്പോൾ ആ ദേശത്ത് ആടുകളെ തീറ്റുന്ന ഒരു ഇടയ ചെറുക്കൻ ആടുകളുമായ തീറ്റി ആ ഗിലയാദ് മലഞ്ചെരിവിൽ കൂടെ അങ്ങനെയൊക്കെ ചിന്തിച്ചു. അങ്ങനെ ആടിനെ തീറ്റി മേയിച്ച് കയ്യിലൊരു വടിയുണ്ട്, പിന്നെ ഒരു കോലുണ്ട്. ആടിനെ ഇങ്ങനെ തീറ്റി വരികയാണ്. ആടുകളെല്ലാം മുന്നേ, ഇടയൻ ഏറ്റവും പുറകെ. അങ്ങനെ ആണല്ലോ അതിൻ്റെ ഓർഡർ. ഇന്ന് ഇടയൻ ഏറ്റവും മുന്നേ, ആടല്ല. ആട് പുറകെ വരുന്നതുകൊണ്ട് കണ്ണി കണ്ടതെല്ലാം ആട് തിന്നുക. ഇടയൻ പുറകെ നിന്ന് അറിയാം എന്നൊക്കെയാ തിന്നുന്നെന്ന്. കൊന്നയിലയാന്നോ കപ്പയിലയാന്നോ കട്ടൻ കപ്പയാന്നോ അതോ ഒതളത്തിൻ്റെതാന്നോ എന്നൊക്കെ പുറകെ നിന്നാൽ മനസ്സിലാകും തിന്നുന്നത്. ചിലത് എത്തിക്കുത്തി തിന്നും. നമ്മൾ മുന്നിൽ നിന്ന് അറിയത്തില്ല ഇതെന്നൊക്കെയാ. പിന്നെ അന്നും ഇതുമെല്ലാം തിന്നേച്ച് ഞായറാഴ്ച വന്ന് ഇവന് ഈ വസന്ത വന്ന ഓടിയിരിക്കും പോലെ ഇരിക്കുക. കാരണം തിങ്കൾ മുതൽ ശനി വരെ ഏതാണ്ടെല്ലാം തിന്നേച്ചായി വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ നിന്ന് പറയും സ്തോത്രം ശക്തിയോടെ ഒരിക്കൽ കൂടെ പോരാ 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 കട്ടനടിച്ചേച്ച് വന്നിരിക്കുക.
അപ്പം ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല, എൻ്റെ വിഷയമല്ല. അപ്പം എന്തായാലും കൊള്ളാം, ഇടയൻ ഇങ്ങനെ പുറകെ ആടിനെ മേയിച്ചു. അങ്ങനെ ഗിലിയാദ് മലച്ചെരുവിൽ കൂടെ ആടിനെ മേയിച്ച് ആടുകളെല്ലാം മുന്നേ ചെമ്മരിയാടും കോലാടും ഉണ്ട്. ചെമ്മരിയാടും കോലാടുകളും ഭൂമിയിൽ വേർതിരിയും ചെല്ലും നിത്യത മണവാട്ടിയും യുഗ യുഗവാണിടുവാ. ചെമ്മരിയാടും കോലാടുകളും ഭൂമിയിൽ വേർതിരിയും ചെല്ലും നിത്യത മണവാട്ടിയും യുഗ യുഗവാണിടുവാ. പുതുയുഗ പുലരിയും പുതുഗാനത്തിൽ ഈരടികൾക്കാറായി പുതുയുഗ പുലരിയും പുതുഗാനത്തിൽ ഈരടികൾക്കാറായി സ്വർഗസിയോൻ പ്രവാസികളെ പ്രഭാതമാകാറായി പ്രതികൂലമാകും ഈ മരുവാസം വേഗം തീരാറായി പ്രതികൂലമാകും ഈ മരുവാസം വേഗം തീരാറായി പ്രതികൂലമാകും ഈ മരുവാസം വേഗം തീരാറായി. അപ്പൊ ഇടയൻ ചെറുക്കൻ ആടുകളെ മേയിച്ച് അങ്ങനെ വരുമ്പോൾ ആട് മുന്നേ ഇടയൻ പുറകെ. അപ്പോൾ മുന്നേ വന്ന ആട്, ഏറ്റവും മുൻപ് വന്ന ആട് അറച്ചു നിൽക്കുന്നു. അറച്ചു നിന്നപ്പോൾ, മടിച്ചു നിന്നപ്പോൾ ഇടയന് മനസ്സിലായി എന്തോ പന്തികേടുണ്ട്. എൻ്റെ ഭാവനയാ. അപ്പോൾ പന്തികേടുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഇടയൻ ആടുകളെ വകഞ്ഞു മാറ്റി മുൻപോട്ട് വന്നപ്പോൾ ഇടയനും ഭ്രമിച്ചു പോയി. ഒരു ചോരക്കുഞ്ഞ് മരിച്ചെന്നാ തോന്നുന്നത്. എങ്കിലും അടുത്ത് വന്ന് നോക്കിയപ്പോൾ മരിച്ചിട്ടില്ല. മരണവക്തത്തിൽ അകപ്പെട്ടൊരു ചെറിയ അനക്കമുണ്ട്. മരിക്കാൻ പോവാ. ചോരക്കുഞ്ഞ്, ചോരയെല്ലാം പൊതിഞ്ഞ് കണ്ണിൻ്റെ പീളയെല്ലാം വന്ന് അടിഞ്ഞ് ശ്വാസോച്ഛ്വാസം മന്ദഗതിയിലായി മരിക്കാൻ തുടങ്ങുക ഒരു കൊച്ച്. ആരുമില്ല. ഈ ഇടയൻ ഇങ്ങനെ വട്ടമിട്ട് നോക്കി, ആരെയും കാണുന്നില്ല. അയ്യോ, ഇതാരുടെ കുഞ്ഞാ, ആരെയും കാണുന്നില്ല. ചരിത്രമാണ്. ഇടയൻ ഇങ്ങനെ നോക്കി ആരെയും കാണാതെ വന്നപ്പോൾ, അത് മരിക്കുമെന്നുറപ്പായപ്പോൾ ഇടയൻ ഈ കുഞ്ഞിനെ എടുക്കാനായിട്ട് അടുത്തോട്ട് ചെന്നു. ഞാനിങ്ങനെ അങ്ങ് പറയാം, അടുത്തോട്ട് ചെന്ന് ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ, കോരിയെടുത്ത് രക്ഷപ്പെടുത്താൻ അടുത്തോട്ട് ചെന്നപ്പോൾ അവൻ പ്രമാണം നിലക്കി തുടരുത്. ഒരു പ്രമാണമുണ്ട് ഇവർക്ക്, തുടരുത്. അതിപ്പോഴും അങ്ങനെ ആ പ്രമാണമുണ്ട്. തുടരുത്. ഇച്ചിരി പറപ്പിച്ചൊക്കെയാ പറയുന്നത്. കാരണം രക്തം പറ്റിയിരിക്കുക, അതിന് പ്രമാണമുണ്ട്. ഇങ്ങനെയുള്ള സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, പിന്നെ നാസീവ്രതം പഠിക്കുമ്പോൾ ശവം, രക്തം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ അടുക്കരുത്, തുടരുത്, സ്പർശിക്കരുത്. അഥവാ അബദ്ധത്തിൽ തൊട്ടാൽ കുളിച്ച് ശുദ്ധമാകുന്നവരെ അശുദ്ധനായിരിക്കണം സന്ധ്യാസമയം വരെ. ഇത് വേറെ പ്രമാണമുണ്ട്. അതുകൊണ്ട് ഈ ന്യായപ്രമാണം നിന്ന് വിലക്കി തുടരുത്. അപ്പോൾ പുറകോട്ടങ്ങ് മാറി കാണും. എങ്കിലും ഹൃദയത്തിൽ അനുകമ്പ, ആർദ്രത. പിന്നെയും അതിനെ കോരിയെടുക്കാൻ ചെന്നപ്പം ആ പ്രമാണം നിന്ന് വിലക്കുക. ആ പ്രമാണത്തിന് പൗലോസ് കൊടുത്തിരിക്കുന്ന ഒരു പദം ഇങ്ങനെ, കൊല്ലുന്ന പ്രമാണമാണ്, കൊല്ലുന്ന ശുശ്രൂഷയാണ്. അത് അക്ഷരത്തിൻ്റെയാ, കൊല്ലുന്നതാ, കരുണയില്ലാത്തതാ, ദയൊന്നുമില്ല, കൊല്ലും. ഇത് കല്ലിൽ കൊത്തിയ ശുശ്രൂഷ എന്നാ പൗലോസ് കൊടുത്തിരിക്കുന്നത്. കല്ലുകളിൽ വരച്ചതാ ചാവിൻ ശുശ്രൂഷയ്ക്കുള്ളിൽ ഇരുന്ന ഈ നമ്മെ, കല്ലുകളിൽ വരച്ചതാ ചാവിൻ ശുശ്രൂഷയ്ക്കുള്ളിൽ ഇരുന്ന ഈ നമ്മെ, അല്ലൽ കൂടാതെ തന്റെ തുല്യം ഇല്ലാത്തത്, അല്ലൽ കൂടാതെ തന്റെ തുല്യമില്ലാത്തത്, അല്ലൽ കൂടാതെ തന്റെ തുല്യമില്ലാത്തതയ്ക്കുള്ളിൽ കടത്തി പുതുവുള്ളം പകർന്നവ ദേവജന സമാജമേ, നിങ്ങള ശേഷം ജീവനാഥനെ സ്തുതിപ്പി, നിങ്ങള ശേഷം ജീവനാഥനെ
പ്രമാണം നിന്ന് വിലക്കുക, കൊല്ലുന്ന ശുശ്രൂഷ, കല്ലിൽ കൊത്തിയത്, കരുണയില്ലാത്തത്, കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലുമായ ആ കൊല്ലുന്ന പ്രമാണമാ. ഈ പ്രമാണം നിന്ന് വിലക്കി തുടരുത്. അങ്ങനെ ഇന്നും വിലക്കുന്ന ചില ആൾക്കാരുണ്ട്. ഇപ്പൊ തുടരുതെന്നല്ല പറയുന്നത്, പോകരുത്. എവിടെ? അവരുടെ യോഗത്തിന്. ആരുടെ? അവരുടെ നോട്ടീസും ഒക്കെ കണ്ടു, മനസ്സിലായി ഇന്ന് യോഗമാണ്. അപ്പം നേരത്തെ പറയും പോകരുത്. ഉടനെ അവർ പറയും പോകാൻ ഉദ്ദേശിച്ചിരിക്കുക. ഉടനെ ഇന്നത്തെ രീതിയാണ്. ഉടനെ പോകുമെന്ന് ഉറപ്പായി. ഉടനെ മുന്നിൽ പോയിരിക്കരുത്. മുന്നിരുന്ന് വചനം കേട്ടെങ്ങാനും രക്ഷിക്കപ്പെട്ടാലോ? അതിനാ നമ്മുടെ ഉപദേശിമാരില്ലേ മുന്നോട്ട് കയറ്റിയായിരുത്തുന്നത്. ഉടനെ പിന്നെയും അവർ പറയും കൊട്ടും പാട്ടുവേ അന്തരീക്ഷമൊക്കെ, കൈ പൊക്കരുത്. യേശുവിന് ഹൃദയം കൊടുക്കാൻ ആരിലും ഉണ്ടോ? കൈ പൊക്കാൻ പറ. അതാ പറഞ്ഞത്, പൊക്കരുത്. ഓ, ഞാൻ അങ്ങ് പൊക്കി. യേശു എനിക്ക് വേണ്ടി മരിച്ചെന്ന് കേട്ടപ്പോൾ, ആ ക്രൂശീകരണത്തെപ്പറ്റി കേട്ടപ്പോൾ, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് അവിടുന്ന് മരിച്ചെന്ന് വിശ്വസിച്ച് കേട്ടപ്പം ഞാൻ കൈപൊക്കി. ഉടനെ അടുത്ത പ്രമാണം, മുങ്ങരുത്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ഒരു മുക്കും മുങ്ങരുത്. അന്നേരം പറഞ്ഞു, ഓ ഞാൻ അങ്ങ് മുങ്ങി. യേശുവിനോട് ചേരുവാനാ, യേശുവിനെ ധരിക്കാനാ, മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാണ്. യേശുവിൻ്റെ കൽപ്പനയാ. യേശു മാതൃക കാണിച്ചു, മുങ്ങിയെ ഒക്കൂ എന്ന് കർക്കശമായി വചനത്തിൽ കൂടെ തെളിവ് തന്നപ്പോൾ ഞാനങ്ങ് മുങ്ങി. ഉടനെ പിന്നെ പറഞ്ഞ അവിടെ പോകരുത് എന്ന് പറഞ്ഞ മുങ്ങിയിട്ട് ഇവിടെ തന്നെ നിന്നോളാനാ. ഇതൊക്കെ അന്നുമുണ്ട്. അവിടെ ഞാൻ വിവരിക്കുന്നില്ല. ചിലരുടെ മുഖത്ത് ഒരു മ്ലാനത. അപ്പൊ അന്നും ഇന്നും ഈ പ്രമാണം നിന്ന് വിലക്കുക, തുടരുത്. അപ്പൊ ഈ ഇടയ ചെറുക്കൻ, ഹൃദയമുള്ള അനുകമ്പയുള്ള ഈ ചെറുക്കൻ ഈ കുഞ്ഞു മരണപത്രത്തിൽ അകപ്പെട്ട് കിടക്കുക, അതിനെ കോരിയെടുക്കാമെന്ന് ചെന്നപ്പോൾ പ്രമാണം നിന്ന് വിലക്കി. കൊല്ലുന്ന പ്രമാണം, അക്ഷരത്തിൻ്റെ ശുശ്രൂഷ, അവൻ നശിപ്പിക്കുന്ന ശുശ്രൂഷ. എന്നാൽ എൻ്റെ ഭാഷയെ പറഞ്ഞാൽ കൃപയുടെ പ്രമാണം ഈ വിലക്കുകളെ തട്ടിമാറ്റി മുൻപോട്ട് ചെന്ന് ഈ മരണപത്രത്തിൽ അകപ്പെട്ട് മരണത്തോട് മല്ലടിച്ച് ആരോരുമില്ലാതെ അനാഥത്വം പേറി അവൻ കിടക്കുന്ന കുഞ്ഞിനെ കോരി അങ്ങ് എടുത്തു. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കോരിയെടുത്ത് മാറോടണച്ച്, എൻ്റെ ഭാഷ പറയാ ആമ തുണിയൊക്കെ എടുത്തൊന്ന് തുടച്ച് തുവർത്തി ഒപ്പി. എൻ്റെ ഭാഷയിൽ പറഞ്ഞ ഒപ്പുക മാത്രമല്ല, മാറി മാറി കുഞ്ഞിന് മുത്തമിട്ട്, കവളത്ത് മാറി മാറി മുത്തമിട്ട് മാറോട് ചേർത്ത് ഈ കുഞ്ഞിനെ അണച്ച് ആമൻ വീട്ടിലോട്ട് കൊണ്ടുപോവുക. ഒരു പഴയ പാട്ടിന്റെ വരിയുണ്ട്, അറിയാവുന്ന ഒരു പാട്ട്. എടുത്തോ നീ എന്നെ നിനക്കായി, എടുത്തോ നീ എന്നെ നിനക്കായി, കൊടുത്തോ നീ നിന്നെ എനിക്കായി, വാഴ്ത്തിടും സതതം പ്രിയാതവ, നിത്യം പാടും കീർത്തനം ഞാൻ, വാഴ്ത്തിടും സതതം പ്രിയാതവ, നിത്യം പാടും കീർത്തനം ഞാൻ. ചേർത്തതിനാൽ എന്നെ തിരുമാറിൽ, കാത്തതിനാൽ എന്നെ വഴുതാതെ, ചേർത്തതിനാൽ എന്നെ തിരുമാറിൽ, കാത്തതിനാൽ എന്നെ വഴുതാതെ, എടുത്തോ നീ എന്നെ നിനക്കായി, എടുത്തോ
ഈ കുഞ്ഞിനെ ഇടയച്ചെറുക്കൻ കോരിക്കെടുത്ത് മാറോട് ചേർത്ത് കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി ഒപ്പി തുടച്ച് വൃത്തിയാക്കി ക്രമപ്പെടുത്തി പാകപ്പെടുത്തി മുത്തമിട്ട്, എൻ്റെ ഭാഷ പറഞ്ഞ അവിടെ മുതൽ മുത്തമിട്ട് അമ്മൻ അമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തേച്ച് പറഞ്ഞു, അമ്മേ ഇത് മരണവക്ത്രത്തിലകപ്പെട്ട് ആരോരുമില്ലാതെ അനാഥത്വം പേറി ചാകാൻ കിടന്നൊരു കൊച്ച. ഞാൻ ആടിനെ മേയിച്ച് ചെന്നപ്പോൾ കണ്ടതാണ്. അപ്പം ചുറ്റും നോക്കി ആരുമില്ല, അവകാശികൾ ആരുമില്ല, ഉറപ്പ് വരുത്തി ചാകാൻ കിടന്നതാ. എന്തായാലും സമയത്ത് എന്നതിനെ കിട്ടി. ഈ കൊച്ചിനെ വളർത്തണം, അമ്മയുടെ കയ്യിൽ കൊടുത്തു വളർത്തണം. അതിന് വളർത്തേണ്ട രീതികൾ അറിയാമല്ലോ. അതെല്ലാം ക്രമപ്പെടുത്തി വളർത്തി ക്രമീകരിച്ച് നന്നായിട്ട് വളർത്തി മിടുമിടുക്കിയാക്കി സുമുഖിയാക്കി സുന്ദരിയാക്കി ഊനമൊന്നുമില്ലാത്ത നല്ല നിർമ്മല കന്യകയെ പോലെ ആക്കി നിർത്തണം. ഞാൻ തിരിച്ചു വന്ന് കല്യാണം കഴിച്ചോളാം, കൊണ്ടുപോക്കോളാം. ഇത് പറഞ്ഞ് അമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുത്ത് ഇടയച്ചെറുക്കൻ എൻ്റെ ഭാഷ പറഞ്ഞ ആടുകളെ മേയിച്ച് മലഞ്ചെരുവിനും മറഞ്ഞു. ഈ അമ്മ ഈ പെൺകുട്ടിയെ നല്ലതുപോലെ വളർത്തി. അമ്മയ്ക്കറിയാം വളർത്താൻ, നല്ല അമ്മമാർക്ക് അറിയാമല്ലോ വളർത്താൻ. ഏത് സമയത്ത് എന്തൊക്കെ ഭക്ഷണം കൊടുക്കണം, ശിക്ഷണം എങ്ങനെയാണ്, നടപടിക്രമം എങ്ങനെ, അതൊക്കെ അമ്മമാർക്ക് നന്നായിട്ട് അറിയാം ഇല്ലേ? എൻ്റെ പാസ്റ്ററെ ഞാനല്ല വളർത്തിയ, ഞങ്ങളുടെ അമ്മയാ വളർത്തി. ഞാൻ പ്രസവിച്ച് കൊടുത്തേച്ച് അങ്ങ് കുവൈറ്റിൽ പോകുമായിരുന്നു. ആയിക്കോട്ടെ, എന്നാലും വളർത്തിയല്ല, അമ്മയാണെങ്കിലും വളർത്തിയല്ല, അമ്മമാർക്കറിയാം. അപ്പം ഇത് നന്നായിട്ട് അമ്മ കൊച്ചിനെ വളർത്തി. ഇടയ്ക്ക് കയറി ഞാനൊരു കാര്യം പറയാൻ നിങ്ങൾ യോജിക്കത്തില്ല. ഈ വേദപുസ്തകത്തെയും കൂടെ അടിസ്ഥാനമാക്കിയാണ് പറഞ്ഞത്. ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ കുറഞ്ഞ പക്ഷം മുലകുടി മാറുന്നത് വരെ കൊച്ചിനെ വളർത്തണം. ആർക്കും ഇഷ്ടമല്ല, ഒരുത്തർക്കും ഇഷ്ടമല്ല. ഇപ്പം നിങ്ങൾ ചോദിക്കുക, പിന്നെ താൻ ഞങ്ങളുടെ വീട്ടിലെ കാര്യം നടത്തി തരുമോന്ന്. എന്തെല്ലാം കാര്യമുണ്ട്. വീട് ലോൺ എടുത്ത് വെച്ചേക്കുന്നു, വണ്ടി മേടിച്ചേക്കുന്നു, കടം കിടക്കുന്നു, കൊച്ചിനെയും മുലപ്പാലം കൊടുത്തോണ്ട് വിടുന്ന താൻ ഞങ്ങളുടെ വീട്ടിലെ കാര്യമല്ല. നിങ്ങൾ ചോദിക്കുന്നില്ല. അകത്ത് ഹൃദയത്തിനകത്ത് ചോദ്യം വന്നു. ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം. ഇപ്പം ചിലതിൻ്റെ കയ്യിലോട്ട് കെട്ടിയാൽ അതിനെ ഒരു ഒറ്റ ഇടിയും കൂടി ഇടിക്കും. നോട്ടോ ഇരിപ്പം കാണുമ്പോൾ അറിയാം. ഞാൻ പുസ്തകത്തിലെ വാക്യവും കൂടെ ചേർത്താണ് പറയുന്നത്. ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ മുലകുടി മാറുന്നത് വരെ അമ്മയുടെ ലാളനയും സംരക്ഷണവും കുഞ്ഞിന് വളരെ അത്യാവശ്യമാണ്. ഇപ്പം പിന്നെ അമ്മയുടെ മുലപ്പാൽ കൊടുക്കുന്നില്ല, പശുവിൻ്റെ കൊടുക്കുക. അതുകൊണ്ട് കൊച്ചുങ്ങൾക്കും ഈ കാളയുടെയും പശുവിൻ്റെയൊക്കെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ കുത്താൻ വരിക. അത് കൊച്ചുങ്ങളുടെയും കുഴപ്പമല്ല, കുടിച്ചത് അമ്മയുടെ മുലപ്പാലല്ല പിന്നെയോ. എരുമയുടെതൊക്കെ കുടിച്ചുകൊണ്ട് അവൻ്റെ കാറച്ച് കേൾക്കുമ്പോഴും അറിയാം. എരുമ കാറും പോലെ ആട്ടെ. ആ ഭാഗമൊന്നും ഞാൻ പറയുന്നില്ല, വെറുതെ എന്തിനാ ഒരു ദിവസത്തെ യോഗം അലോഗ്യം ഉണ്ടാക്കി നിർത്തുന്നത്. അപ്പം എന്തായാലും കൊള്ളാം, അമ്മ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കണം. അങ്ങനെയാണല്ലോ പുസ്തകത്തിലെ വാക്യം. ഇസഹാക്കിൻ്റെ മുലകുടി മാറിയ ശേഷം, അങ്ങനെ ആ പുസ്തകത്തിൽ വാക്യം. ഒരിക്കൽ ഹന്നാമ്മയോട് എൽക്കാന പറഞ്ഞു, ഹന്നാമ്മേ നമുക്ക് ഈ കൊച്ചിനെ പള്ളിയിൽ കൊടുക്കാം. ഇത് പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിച്ച് ദൈവം തന്നതല്ലേ. എൻ്റെ ഭാഷ പറഞ്ഞ ഇത് പള്ളിക്കൊച്ചാ, അപ്പം ഇതിന് പള്ളിയിൽ കൊടുക്കാം. ഉടനെ ഹന്നാമ്മ പറഞ്ഞു, അച്ഛാ കൊടുക്കുകയൊക്കെ ചെയ്യാം, അതിനൊന്നും തടസ്സമില്ല, ഞാൻ തന്നെ തീരെ. പക്ഷേ മുലകുടി മാറിയതിന് ശേഷം. അങ്ങനെ ആ പുസ്തകത്തിലെ വാക്യം. ഈ ഇടയ്ക്ക് കയറി ഇപ്പം ഇത് പറയേണ്ട കാര്യമാണ്. അമ്മയുടെ ഓരം ചേർന്ന് കുഞ്ഞ് കിടക്കുമ്പോൾ ആ അമ്മയുടെ ചൂട് പറ്റി കിടക്കണം. വേറെ രാജ്യത്തൊക്കെ അതൊന്നും ഇപ്പം അനുവദനീയമല്ല കേട്ടോ. കൊച്ചുങ്ങളെ സെപ്പറേറ്റ് ഓരോരോ കണ്ടുപിടുത്തവും രീതികളും ഒക്കെയാണ്. അങ്ങനെ അതിൻ്റെതായ കുഴപ്പടികളും ഉണ്ട്. പക്ഷെ അമ്മയും മക്കളും കൂടെ കുഞ്ഞുങ്ങൾ അമ്മയുടെ ഓരം ചേർന്ന് അമ്മയുടെ ആ ചൂട് അനച്ച പറ്റുക എന്നാ പറയുന്നത്. ഒരു പാട്ടില്ലേ, അനച്ച പറ്റി വസിപ്പാൻ മാറും അതിനു വേണ്ട സമത വഴിയും. അനച്ച പറ്റി വസിപ്പാൻ മാറും അതിനു വേണ്ട സമത വഴി. തനിക്കു ലഭിച്ച കഴിവ് പോൽ കൊടുത്തു പോറ്റുന്നതിന്റെ തള്ളയും. തനിക്കു ലഭിച്ച കഴിവ് പോലെ കൊടുത്തു പോറ്റുന്നതിന്റെ തള്ളയും.
കോഴി തന്റെ കുഞ്ഞു കോഴിയെ എൻ കാന്തന് വീടിൽ വെച്ച് വളർത്തും മോദമാ. കോഴി തന്റെ കുഞ്ഞു കോഴിയെ എൻ കാന്തന് തൻ വീടിൽ വെച്ച് വളർത്തും മോദം. ഒടിച്ചു സകല ജീവചിന്ത കടിച്ചു സമത്ത പോരുമതിനായി. ഒടിച്ചു സകല ജീവചിന്ത കടിച്ചു സമത്ത പോരുമതിനായി. വഴിക്ക് നിന്നാൽ വിളിച്ചു പൂവ് അതിന്റെ ചിറകിൽ സുഖിച്ചു വസിക്കുവാൻ. വഴിക്ക് നിന്നാൽ വിളിച്ച് കൂവുന്നതിന്റെ ചിറകിൽ സുഖിച്ചു വസിക്കുവാൻ. എന്നെനിക്കൻ ദുഃഖം തീരുമോ പൊന്നു കാന്ത നിൻ സന്നിധിയിലെന്നോ. അപ്പൊ ശ്രദ്ധിക്കുക, നനച്ച പറ്റണം, ചൂട് പറ്റി കിടക്കണം. ഇനി ഞാൻ വേറൊരു കാര്യവും കൂടെ പറയാം. എല്ലാവരും യോജിക്കുകയല്ല, ഇതൊന്നും ആൾക്കാർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളല്ല, എന്നാലും പറയാം. അങ്ങനെയൊക്കെ അമ്മയുടെ ചൂട് പറ്റി കിടന്ന് വളരുന്ന കുഞ്ഞുങ്ങളും അമ്മയുടെ മുലപ്പാൽ നുകർന്ന് മതി വരുവോളം കുടിച്ച് തൃപ്തിപ്പെട്ട കുഞ്ഞുങ്ങൾ അമ്മയോടൊരു പ്രത്യേക വാത്സല്യവും കരുതലും സ്നേഹവും ഒക്കെ എത്ര പ്രായമായാലും ഉണ്ടെന്ന്. നീ പ്രസവിച്ചേച്ച് വേലക്കാരുടെ കയ്യിൽ കൊച്ചിനെ കൊടുത്തു, അവള് 7 നിബിളും അതിൻ്റെ കുപ്പിയും ആയിട്ട് കൊച്ചിനെ അങ്ങോട്ട് കിടത്തി വെച്ച് നിബിള് കൊച്ചിൻ്റെ നീ നോക്കിയില്ലല്ലോ. വേലക്കാരിയല്ലേ കൊച്ചിനെ സംരക്ഷിച്ചത്. അതിന് കുഴപ്പടി വരുന്നത് എന്നാണെന്നറിയാമോ? നീ അവസാനം അങ്ങേയറ്റം പറ്റി ഈ ആമ്പലിൻ്റെ വള്ളി പോലെല്ലാം ഇങ്ങനെ ഇട്ട് കിടക്കുമ്പം നീയും അവിടെ ഒറ്റയ്ക്ക് കിടക്കും, കൊച്ചുങ്ങൾ വീട്ടിലായിരിക്കും. അന്നേരം ഒരു വേലക്കാരിയെ കൊച്ചുങ്ങളും അവിടെ. മനസ്സിലാകുന്നുണ്ടോ? ഓ, എന്നാ മനസ്സിലാകാനാ? കാശൊക്കെ ഇഷ്ടം പോലുണ്ട്. നീ ഹോസ്പിറ്റലിലോ അല്ലെ വീട്ടിലോ, അന്നേരം അവരും ഒരു വേലക്കാരി അവിടെ ചിലപ്പോൾ കാശുണ്ടേ 2 എണ്ണത്തിന് നിർത്തും. മോനും മരുമകളും മക്കളും എല്ലാം വേറെ വീട്ടിലോ വേറെ റൂമിലോ പോയി കിടക്കും. ചിലപ്പം തൊലഞ്ഞു കഴിയുമ്പോഴായിരിക്കും കയറി വരുന്നത്. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? എന്നാ മനസ്സിലാകാനാ? ഇനിയിപ്പം മനസ്സിലായിട്ടും നമ്മൾ ചെയ്യേണ്ട ചില കടമകളും കർത്തവ്യങ്ങളും ഉണ്ടെന്ന്, അത് ചെയ്തേ ഒക്കൂ. കാശ് അല്പം കുറച്ച് മതി. കാശ് വേണം, പൈസ ഇല്ലാതൊക്കത്തില്ല. പക്ഷെ കണ്ടമാനം പൈസ ഉണ്ട്, പക്ഷേ ഒടുവിൽ അന്വേഷിക്കാൻ ആളില്ലെങ്കിലോ? എന്നോട് എത്ര പേര് പറഞ്ഞു ഇഷ്ടംപോലെ സ്വത്തുണ്ട്, പക്ഷെ ഇതൊന്നും അല്ല പാസ്റ്ററെ ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങൾക്കിതൊന്നും അല്ല ആവശ്യം. പ്രായമാകുമ്പോഴേ മക്കളൊന്നും അടുത്ത് വരികയും വർത്താനം പറയുകയും, ഞാൻ മരണ വീട്ടിലൊക്കെ പറയും, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ റോസാപ്പൂ കൊണ്ട് കൊടുക്കണം, മണപ്പിക്കും. ചത്താലും അത് ഇലയെല്ലാം അതിൻ്റെ എതള് പൊടിഞ്ഞാലും അമ്മ കളയല, ഒടുവിൽ ആ കമ്പായിരിക്കും, അതും വെച്ചോണ്ടിരിക്കും. എൻ്റെ മോൻ തന്നതാണെന്ന് പറയും. തള്ളയും തന്തയും ജീവിച്ചിരിക്കുമ്പോൾ ഒരു റോസാപ്പൂ പോലിട്ട് ഒരു 4 മണി പൂ പോലും നീ കൊണ്ട് കൊടുക്കുക. തൊട്ടാവാടിയുടെ പൂ പോലും നീ കൊണ്ട് കൊടുക്കുക. ചെമ്പരത്തി പൂ വലിയ ചിലവും ഇല്ലല്ലോ, വഴിയിലൊക്കെ നിൽപ്പുണ്ട്, പോരെണ്ണം ഓടിച്ച്. അങ്ങനെ പോലും ഒരു ചെമ്പരത്തി, സാധാരണ വട്ടമുള്ളവർക്കൊക്കെ ചെമ്പരത്തി പൂ വെക്കുന്നത് ചിലരൊക്കെ പറയുന്നുണ്ട്. ആയിക്കോട്ടെ, ജീവിച്ചിരുന്നപ്പോൾ ഒരു ചെമ്പരത്തി പൂവിൻ്റെ ഉപകാരം പോലും നീ ചെയ്തില്ല. എന്നിട്ട് അപ്പനും അമ്മയും ചാകമ്പം ഡെഡ് ബോഡി എല്ലാം കൊണ്ടുവച്ച് അടൂരും ഏനാത്തും കിടക്കുന്ന മുഴുവൻ പൂവും കൊണ്ടുവന്ന് വെച്ച് അമ്മയുടെ നെഞ്ചത്ത് മുഴുവൻ പൂവും. എന്നിട്ട് ആ കയറി വരുന്നിടത്ത് ആർച്ച്, അതൊരു പൂവ്. പിന്നെ പെട്ടിയുടെ ചുറ്റും പൂവ്, സ്റ്റേജ് മുഴുവൻ പൂവ്. പാസ്റ്റർ ഏതാന്ന് പോലും അറിയാൻ മേല, വിടവിനിടെ കൂടെ നോക്കണം പാസ്റ്റർമാരുണ്ടോന്ന്, മൊത്തം പൂ. മിക്കയിടത്തും കാണിക്കുന്നതാണ്. ഈ തള്ള ജീവിച്ചിരുന്നപ്പോൾ ഇത്രയും കാശ് മുടക്കില്ലായിരുന്നു ഒരു പൂ കൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ. അത് കൊണ്ട് കൊടുക്കായിരുന്നു അവർ 2 കൊല്ലം കൂടെ ജീവിച്ചിരിക്കുകയും ചെയ്തേനെ. തള്ളയും തന്തയും ജീവിച്ചിരിക്കുമ്പോൾ കാശിന് ഗുണമില്ലാത്ത നീയെ ചത്ത് മലന്ന് കിടക്കുമ്പോൾ തള്ളയുടെയും തന്തയുടെ നെഞ്ചത്ത് ഉള്ള കടയിലെ പൂവെല്ലാം കൂടെ കൊണ്ടുവന്ന് ആ പൂവൊക്കെ ആട്ടെ കളക്ക. തമാശ പറഞ്ഞതല്ല, അത് മാറ്റാൻ തന്നെ 2 പേരെ അവിടെ നിർത്തിയിരിക്കുക. വെക്കുന്ന അവനെടുത്ത് അവൻ്റെ കാലിൽ മുട്ടുവേദന എടുക്കുക. എന്തിനാ ഈ പ്രഹസനമല്ല? ഞാൻ മരണ വീട്ടിൽ പറയും, അവസരം കിട്ടിയ
മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അടുത്ത് ചെന്ന കവളയിൽ ഉമ്മ കൊടുക്കേ, അമ്മയുടെ അടുക്കെ അപ്പൻ്റെ അടുക്കെ ചെന്നേ. അവർക്ക് മനസ്സിലാകുമല്ലോ നീ ആ ഉമ്മ തന്നെന്ന്, ഇല്ലേ? ജീവിച്ചിരിക്കുമ്പോൾ വീട്ടിലും കയറുകയില്ല, മിണ്ടുകയില്ല, മൃങ്ങലിക്കുകയില്ല, വെള്ളവും കൊടുക്കുകയില്ല, അടുത്തും ചെല്ലുകയില്ല. ചത്ത് കഴിയുമ്പോൾ ഇപ്പം എല്ലാവരും വെള്ള തുണിയൊക്കെ ധരിച്ച് നല്ല വൃത്തിയായിട്ടായിരിക്കുന്നത്. ചിലര് ഒരുങ്ങാനൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോയി ഒരുങ്ങിയേച്ചും വന്നിരിക്കുന്നെന്ന് കേൾക്കുന്നു. അതെ അതെ, കുഴപ്പമില്ല. ഇപ്പൊ പിന്നെ മരണ വീടുകളിൽ ചെന്നാൽ ഇതൊരു വലിയ ആഘോഷമായിട്ട് ഇപ്പൊ ഒരു പ്രത്യേക അമ്മച്ചിയുടെ കൊച്ചുമക്കളെല്ലാം കൂടെ മുമ്പോട്ട് വന്ന് എടാ ഈ കൊച്ചുമക്കളൊക്കെ ആ തള്ള ജീവിച്ചിരുന്നപ്പോ ചെന്നൊരു പാട്ട് പാടിയിരുന്നേലോ. കാനഡയിലും അമേരിക്കയിലും ലണ്ടനിലും ന്യൂസിലൻഡിലും ഒക്കെ പൊക്കോ 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 എല്ലായിടത്തും പോ. അല്ല വല്ലപ്പോഴും വന്നേ ജീവിച്ചിരിക്കുമ്പോൾ അമ്മച്ചിയായിട്ട് ചേർന്ന് 2 പാട്ട് പാടുകയാണെങ്കിൽ ഈ മീനച്ചൂടിന് ബാക്കിയുള്ള മനുഷ്യനെ മെനക്കെടുത്തി ഇരുത്തി പാടിക്കണം. അല്ല, നിങ്ങൾ ദൈവദാസന്മാര് ന്യായമായിട്ട് പറ. കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം, ന്യായമാണ് നിങ്ങൾ അംഗീകരിച്ചാൽ മതി. ഇപ്പൊ മരണ വീടുകളൊക്കെ ചെല്ലുമ്പോൾ TV വെച്ചിരിക്കുക. ഇപ്പോൾ ലണ്ടനിൽ നിന്ന് ചാക്കോച്ചൻ നട്സ് ചവച്ചോണ്ടാ വത്സല്യ അമ്മാമ ഏനത് ചുമ്മാ ഈ ചൂടും പിടിച്ച് മനുഷ്യൻ ഇവിടെ വന്ന് കുത്തിയിരിക്കുക. അല്ല, പറയുന്നതിന് ഞാൻ എതിരില്ല. 1-2 വാക്ക് പറ. ലണ്ടനിലോ കാനഡയിലോ അമേരിക്കയിലോ 1-2 വാക്ക് പറ. അതിന് ഞാൻ എതിർക്കുന്നില്ല. ഒരു വീട്ടിലിരിക്കുമ്പോൾ അപ്പൻ മരിച്ചപ്പോൾ ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് വരണ്ടേ? അവൻ അവിടെ ഇരുന്നുണ്ട് ബാർഗെയിൻ ചെയ്യുക ടിക്കറ്റ്. കാശില്ലാത്തവരല്ല, കാശില്ലാത്തവരാണെങ്കിൽ നമുക്കറിയാം, അയ്യോ സാമ്പത്തിക ബുദ്ധിമുട്ട്. കാശില്ലാത്തവരാരോടെങ്കിലും കടം മേടിച്ചെടുക്കും. കാശുള്ളവന്മാർക്കായി സൂക്കേട് കൂടുതൽ. അതെ, കാശില്ലാത്തവൻ കൂടെ ജോലി ചെയ്യുന്നവർ പറയും എൻ്റെ അപ്പം മരിച്ച് എനിക്ക് കടം തരണം, ഞാൻ തിരിച്ചു വരുമ്പം ആയുസ് ആരോഗ്യമുണ്ട് തരാന്ന് പറഞ്ഞാൽ അവൻ അന്നേരം ടിക്കറ്റ് എടുക്കും. കാശുള്ളവനാ പിന്നെ ഇരുന്ന് ട്രാവൽ ഏജൻസി ആയിട്ട് ബാർഗൻ ചെയ്യുക, ചീപ്പിട്ട്, എന്നിട്ട് അതിനകത്ത് പമ്മി ഇരുന്ന് വരിക. പമ്മി ഇരിക്കുകയാണ്. എന്നിട്ട് പാസ്റ്റോട് പറഞ്ഞ് മോർച്ചറിന്ന് ഞാൻ പറയാ എടുക്കാൻ, അതവിടെ അവിടെ തണുക്കട്ടെ. നമുക്ക് എല്ലാ ദിവസവും പോയി പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമുക്കങ്ങോട്ടേലും പോകാൻ പറ്റുമോ? ഇതിനകത്തിരിക്കുന്ന കാരണം നിങ്ങൾ എന്തേലും ഒന്ന് പറ. നിങ്ങൾക്ക് ഗുണം വരുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. പാസ്റ്റർ ഭാര്യ എന്നും സന്ധ്യ ആകുമ്പോൾ സിയോൻ ഗീതാവലിയായിട്ട് 6 മണിയാകുമ്പോൾ കുത്തിയിരിക്കുക. അവനവിടെ ടിക്കറ്റ് ബാർഗെയിൻ ചെയ്യുക. നിങ്ങൾക്ക് വല്ല മനസ്സിലാകുന്നുണ്ടോ? ഞാൻ അവനോട് പറഞ്ഞടാ, നീ എന്തിനാ ഇത്ര ബാർഗെയിൻ ചെയ്യുന്നേ? ആ തന്ത ഉണ്ടാക്കിയ വസ്തുവും വീടും കിടക്കുക, ഇഷ്ടം പോലെ വസ്തുവുണ്ട്. അതിൽ 1 സെന്റ് സ്ഥലം ആ റോഡ് സൈഡിൽ കൊടുത്താൽ മതി, നിനക്ക് 3 ടിക്കറ്റ് കിട്ടും. 1 സെന്റ് സ്ഥലം, അയാൾ ചത്ത തന്ത ഉണ്ടാക്കിയ വസ്തുവിൽ 1 സെന്റ് കൊടുത്താൽ മതി, നിനക്ക് 3 ടിക്കറ്റ് കിട്ടും. അവൻ പിന്നെ ബാർഗെയിൻ ചെയ്ത് നിൽക്കുക. എങ്ങനെയുണ്ട്? ഇടയ്ക്ക് ഞാൻ കയറി പറഞ്ഞതേ ഉള്ളൂ, ചിലരുടെ മുഖത്തൊക്കെ ഒരു വല്ലായ്മയൊക്കെ വരുന്നു. അതുകൊണ്ട് ഞാൻ ആ വിഷയം തൊടുന്നില്ല. എന്തിനാ? ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടത് ചെയ്യണം. സ്തോത്രം. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യണമെന്ന്. ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഉമ്മ കൊടുക്കുകയല്ല. ചത്ത് കഴിയുമ്പോൾ എല്ലാവരും ഉമ്മ. ഇപ്പം ചുംബനം ചെയ്യുമ്പോഴും വീഡിയോ നോക്കിയാ ചുംബനം ചെയ്യുന്നത്. ഞാൻ കുറ്റമായിട്ട് പറഞ്ഞതല്ല. ഒക്കുന്നുണ്ടോ നോക്ക്, എന്നെ അക്ക് കളിക്കുകയാണോ? ഒക്കുന്നുണ്ടോ നോക്കാൻ. പണ്ട് ഒരു കളിയുണ്ട്, അക്ക് കളി. കണ്ണടച്ചേച്ചി ആട് ഒത്തോ, ഇത് അക്ക് കളിയാണോ? ഞാൻ അധികം വിവരിക്കുന്നില്ല. ചില കാര്യങ്ങളൊക്കെ കാണുമ്പം ഹൃദയത്തിന് വേദന വരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം ചെയ്യണം. ചത്ത് കഴിഞ്ഞ് ഇത് ചെയ്തിട്ട് മാന്യമായിട്ട് സംസ്കരിക്കണം. പക്ഷെ ഇത് കൂടുതൽ വേറെ രീതികളിലൊക്കെ ആകുന്നത് കാണുമ്പോൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പോട്ടെ, വിഷയം വിട്ടേക്കാം. അപ്പോൾ മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ വളർത്താൻ അറിയാം. ഈ അമ്മ നേരായ വിധത്തിന് കുഞ്ഞിനെ വളർത്തി മിടുമിടുക്കിയാക്കി. ദൈവത്തിന് സ്തോത്രം. ഇനി 1-2 പാഠങ്ങൾ അങ്ങ് പറഞ്ഞ് ആ ഭാഗം അങ്ങ് വിട്ടേക്കാം. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ നിന്ന് പോയി എടുത്ത വാക്യത്തോട് കൂറ് പുലർത്താൻ ഒക്കത്തില്ല. ഈ ഇടയച്ചെറുക്കൻ ആരാന്ന് ചോദിച്ചാൽ
തെളിയിക്കണ്ടല്ലോ, നിങ്ങൾക്കറിയാം നസറയനാകുന്ന യേശു ക്രിസ്തു. ഈ കരഞ്ഞ് മരണവക്ത്രത്തിൽ ആരുമില്ലാതെ അകപ്പെട്ട പെൺകുട്ടി ഇപ്പൊ സുമുഖയായി. ഈ പെൺകുട്ടി ഏതാണെന്ന് ഒറ്റ വാക്ക് ഞാൻ പറയാം, വേറൊന്നും തെളിയിക്കണ്ട. ആ പെൺകുട്ടിയാ ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന ഞാനും നിങ്ങളും. ഈ അമ്മ ഏതാന്ന് പറയാം, പോറ്റമ്മ. അത് മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഈ വീട് ഏതാന്ന് ഞാൻ പറയാം, എഫേസ്യ ലേഖനം കൂടെ ചേർത്ത് പഠിച്ചാൽ ദൈവസഭയാകുന്ന വീട്. ഇനി ഒത്തിരി വ്യാഖ്യാനിക്കണം നേരമില്ല. അവിടെ ഒരു പ്രവചനുണ്ട്, ശലോമോൻ. അവൻ ലോകത്തിന്റെ ദാടിമോടികൾക്ക് നിഴലായിട്ട് നിൽക്കുക. സ്തോത്രം. അവിടെ കാവൽക്കാരെന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അത് എല്ലാ കാലത്തും നമുക്ക് ദോഷം നിരൂപിക്കുകയും നമ്മെ തകർക്കുവാനും മുടിക്കുവാനും നിൽക്കുന്ന ചില ആൾക്കാര്. അവിടെ ശലോമോന്റെ ചില വെപ്പാട്ടിമാരും ചില പരിവാരങ്ങളെ കാണുന്നുണ്ട്. അത് ലോകത്തിന്റെ ഓരോരോ ആഡംബരങ്ങളും ഓരോരോ മോഹങ്ങളെ മിച്ചകളും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഒരു കാര്യം പറയാ, ഇതൊന്നും നിന്നെ ചതിച്ചു കളയരുത്, ഇതൊന്നും നിന്നെ നശിപ്പിക്കരുത്. ഇന്ന് രാത്രി ഇതിനകത്തെ ആത്മീക പാഠം പറഞ്ഞ് ആ വിഷയം ഞാൻ അങ്ങ് വിടുക. ഈ മരണവസ്ത്രത്തിൽ അകപ്പെട്ട പെൺകുട്ടി, ഈ കുഞ്ഞാണ് ഇന്ന് രാത്രി ദൈവസഭ. ഞാനും നിങ്ങളും ഒരു കണ്ണിന് പോലും നിന്നോട് ദയയില്ലായിരുന്നു. എല്ലാവരാലും നിന്നെ തള്ളപ്പെട്ട് ഒറ്റപ്പെട്ടതാ. നിന്നെ പ്രസവിച്ച അമ്മയുണ്ടല്ലോ, അതേതാന്ന് വെച്ചാൽ പഴയ അമ്മ. നേരത്തെ നിന്നണം, ഒരു കാരണമില്ലായിരുന്നു. കുടിച്ച് വെളിവില്ലാതെ ഓടെ കിടന്നിട്ട് ഒരു കാരണമില്ലായിരുന്നല്ലോ. ആരും വന്നൊരു സഹായമോ ഉപദേശമോ സുവിശേഷമോ ഒന്നും പറഞ്ഞില്ലോ. ആ ഓടെ കിടക്കുക തോമാച്ചനോടെ. അപ്പൊ ആരാണ്ട് എന്ന് ചോദിച്ചു, നമ്മുടെ തെക്കേലെ തോമാച്ചൻ ഓടെ കിടക്കുന്നു. ഉടനെ അവര് പറഞ്ഞു, ആ പഴയ അമ്മ പറഞ്ഞു, ഞങ്ങളുടെ ഇടവകയിലെയാണ്. ഇടവകയിലെയാണ്, കാരണം ഇവിടെ കയ്യാലയും ഓടെ അതിന്റെ ഇടയല്ല. കയ്യാലയുടെ ഓടയുടെ ഇട, അതാണ് ഇടവക. പണ്ട് ഞാൻ CMSലെ ഒരു അച്ഛനെ എനിക്ക് പരിചയമാണ്. അദ്ദേഹം ഞങ്ങളുടെ കാവാലത്തിരുന്നതാ. കാവാലത്തിരുന്നതാ. ജോസ് മാസ്റ്റർക്ക് അറിയാതെ വന്നിട്ടുള്ളതാ. കാവാലത്തിരുന്നതാ. വർഷങ്ങൾക്ക് ശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിച്ചു, അച്ഛൻ ഇപ്പം ഏത് ഇടവകയിലാണെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, ഞാൻ ഇടവകയിലൊന്നുമല്ല, ഈ വകയുടെ എല്ലാ ഇടയിലാണെന്ന് പറഞ്ഞു. അപ്പം എന്ന് പറഞ്ഞ പോലെ വകയുടെ ഇടയില്ല, ഞങ്ങളുടെ ഇടവകയാണ്. ഒരു കരുണയുമില്ലല്ലോ, ഒരു ദയയുമില്ലല്ലോ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ആരും ആമനെ ഗവനിക്കാതെ എല്ലാവരാലും തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട് പാപത്തിന്റെ പടുകുടിയിൽ മരണവക്ത്രത്തിൽ അകപ്പെട്ട് കിടന്ന എന്നെയും നിങ്ങളെയും കാൽവരിയിലെ സ്നേഹം തേടിയെത്തി നമ്മളെ തിരഞ്ഞെടുത്ത് നമുക്ക് വേണ്ടി രക്തം ചിന്തി, നമുക്ക് വേണ്ടി ജീവനെ തന്ന്, നമുക്ക് വേണ്ടി പ്രാണനെ ഏൽപ്പിച്ചു തന്ന് വീണ്ടെടുത്ത് നമ്മളെ ദൈവമക്കളാക്കി ദൈവസഭയാകുന്ന ഈ ഭവനത്തിൽ കൊണ്ടുവന്നാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉപദേശങ്ങളും പ്രമേയങ്ങളും തന്ന് നമ്മെ വളർത്തിക്കൊണ്ടിരിക്കുക. ഇനി അധികം താമസിക്കാതെ നമ്മളെ ചേർക്കുവാൻ നമ്മുടെ ഇടയച്ചെറുക്കൻ വീണ്ടും വരും. നമ്മുടെ ഇടയച്ചെറുക്കൻ്റെ അംഗപ്രത്യംഗ വർണ്ണനയ 5-ാം അധ്യായത്തിന്റെ 10 മുതൽ അവിടെ രേഖപ്പെടുത്തി. ഇവളോട് ചോദിച്ചു, നിന്റെ പ്രിയന് മറ്റ് പ്രിയന്മാരെക്കാൾ വിശേഷത വല്ലതും ഉണ്ടോ? അവൾ പറഞ്ഞു, വിശേഷത ഉണ്ടെങ്കിൽ അവന് മാത്രമേ വിശേഷതയുള്ളൂ. എന്താ അവന്റെ വിശേഷത? 5-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള തിരുവെഴുത്തുകൾ വ്യാഖ്യാനിക്കുന്നില്ല, ഓടിച്ചങ്ങ് വായിച്ചു വിട്ടോ. 5-ന്റെ 10 മുതൽ കർത്താവിന്റെ ദാസൻ വായിച്ചൊന്ന് സഹായിച്ചാട്ടെ. മൈക്കൂടെ എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. പിന്നെ അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം. ശിരസ് അതിവിശേഷമായ തങ്കം. പിന്നെ അവന്റെ കുറുനിരകൾ ചുരുണ്ടും കാക്കയെ പോലെ കറുത്തുവരിക്കുന്നു. കറുപ്പ് ഇപ്പം വിഷയമായി വന്നിരിക്കുക, അതുകൊണ്ട് പറയുന്നില്ല. വേണ്ട. അയ്യോ, അത് വായിക്കരുത്, തള്ള കേൾക്കരുത്, വേണ്ട. അടുത്ത വാക്യം വായിച്ചു. അവന്റെ കണ്ണ് നീർത്തോടുകളെ അരികത്തുള്ള പ്രാവുകൾക്ക് തുല്യം. പിന്നെ അത് പാലുകൊണ്ട് കഴുകിയതും ചേർച്ചയായി പതിച്ചതുമാകുന്നു. അവന്റെ കവിളിൽ സുഗന്ധ സസ്യങ്ങളുടെ തടവും നറുന്തൈകളുടെ ഭാരവും. അവന്റെ അതരം താമരപ്പൂവും പോലെ ഇരിക്കുന്നു. പിന്നെ അത് മൂറും തൈലും പൊഴിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണനാളങ്ങൾ. പിന്നെ അവന്റെ ഉദരം നീലരത്നം പതിച്ച നിർമ്മിതം. പിന്നെ
അവന്റെ തുഴ തങ്കച്ചുവട്ടിൽ നിർത്തിയ അതെ, താഴോട്ട് പഠിക്കുമ്പോൾ അവള് പറയും ഇവനത്രേ എന്റെ പ്രിയൻ. ആ യെരൂശലേം പുത്രിമാരെല്ലാം വന്ന് ചോദിച്ചു, നീ ആരെ പറ്റിയാ ഇങ്ങനെ പാടിയും പറഞ്ഞും പുലമ്പിയും തുള്ളിയും ചാടിയിരിക്കുന്നത്? അവൻ കുറെ നാളായല്ലോ, കുറെ ഞങ്ങളിങ്ങനെ കണ്ടോണ്ടിരിക്കുക, നീ ഇടയ്ക്കിടയ്ക്ക് ചാടുകയും തുള്ളുകയും പറയുകയും പുലമ്പുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യുന്ന ആരാ, ഏതാ? അവള് പറഞ്ഞു, എന്നെ വീണ്ടെടുത്തൊരു ഇടയ ചെറുക്കനുണ്ട്. ആരാ നിന്നെ വീണ്ടെടുത്തത്? എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച് ഉപേക്ഷിച്ചൊരു കണ്ണിന് പോലും ദയ തോന്നാതിരുന്നപ്പോൾ ആ മരണ ഭീതിയിൽ നിന്ന് എന്നെ രക്ഷിച്ചൊരു ഇടയ ചെറുക്കൻ. അവനെ പറ്റിയാ ഞാൻ പാടുന്നതും പറയുന്നതും, അവനെ ഓർത്താ ഞാൻ ഈ ചാടുന്നതും. അപ്പൊ അവർ ചോദിച്ചു, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ സ്തോത്രം. ഇന്ന് തൊണ്ടയ്ക്ക് പ്രയാസമുള്ളത് കൊണ്ട് പാട്ടിനുമൊക്കെ ഒരല്പം ബുദ്ധിമുട്ടാണ്. സ്തോത്രം. അവർ വന്ന് ചോദിച്ചു, നല്ലോരിൽ സുന്ദരി നിന്റെ പ്രിയനെന്തു വിശേഷതയുള്ളൂ, നല്ലോരിൽ സുന്ദരി നിന്റെ പ്രിയനെന്തു വിശേഷതയുള്ളൂ. ആയിരം പാത്താളെ നോക്ക അതിൽ എന്നേശു മുഖ്യനായുണ്ട്. ആയിരം പാത്താളെ നോക്ക അതിൽ എന്നേശു മുഖ്യനായുണ്ട്. നമ്മുടെ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം.